നമസ്കാരം. CCTV അവതരിപ്പിക്കുന്ന ജനുവരി 2025 തത്സമയ സംവാദത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. രാഷ്ട്രീയ കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിധിയെഴുത്തിലേക്ക് കടക്കുകയാണ്. ആദ്യഘട്ട പ്രചരണത്തിന് ഇന്ന് സമാപനമാകും. ചൊവ്വാഴ്ച ജനം പോളിംഗ് ബൂത്തിലെത്തും. രണ്ടാമത്തെ തവണ തൃശ്ശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ്. തീർച്ചയായും രാഷ്ട്രീയ കേരളം ആവേശത്തിൻ്റെ കൊടുമുടിയിൽ തന്നെ നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി CCTV അവതരിപ്പിക്കുന്ന ജനുവരി 2025 തത്സമയ സംവാദത്തിൻ്റെ അവസാന ദിനത്തിലേക്ക് നാം കടക്കുകയാണ്. 3 നഗരസഭകൾ, 21ഓളം പഞ്ചായത്തുകൾ ഒരു ദിവസങ്ങളായി ഇവിടെ വരികയും വികസന നേട്ടങ്ങളും ഒപ്പം തന്നെ അതിൻ്റെ മറുവാദങ്ങളുമായി സജീവമായി ചർച്ചകൾ നടക്കുകയും ചെയ്തു. ഇന്ന് സമാപന ദിനത്തിൽ ആദ്യ ചർച്ചയിൽ പങ്കെടുക്കുന്നത് പുന്നയൂർ പഞ്ചായത്തിലെ പ്രതിനിധികളാണ്. തീരദേശ പ്രദേശമാണ് പുന്നയൂർ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഉരുക്കുകോട്ടയായിരുന്നു. രൂപീകരിച്ച കാലം മുതൽ തന്നെ UDFൻ്റെ കോട്ടയായിട്ടാണ് പുന്നയൂർ പഞ്ചായത്ത് അറിയപ്പെടുന്നത്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലീഗിൻ്റെ ഉരുക്കുകോട്ട അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ UDFൻ്റെ ഉരുക്കുകോട്ട പൊളിച്ചുകൊണ്ട് LDF വിജയക്കൊടി നാട്ടി. 2015 ആകെയുള്ള 20 സീറ്റിൽ UDFന് 15, LDFന് 5 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. 2020 തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു വരുമ്പോൾ LDF വളരെ ശക്തമായി തിരിച്ചു വരികയും 12 സീറ്റിൽ LDF വിജയം നേടുകയും 8 സീറ്റിലേക്ക് UDF മാറുകയും ചെയ്തു. ഇപ്പോൾ 2 സീറ്റ് കൂടിയിട്ടുണ്ട്. എന്തായാലും അതിശക്തമായ മത്സരം തന്നെയാണ് പുന്നയൂർ പഞ്ചായത്ത് നടക്കുന്നത്. വികസന നേട്ടങ്ങളും ഒപ്പം തന്നെ മറുവാദങ്ങളും നമുക്ക് കേൾക്കാം. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് പഞ്ചായത്ത് അധ്യക്ഷനായി കഴിഞ്ഞ 5 വർഷക്കാലത്തിനകത്ത് പുന്നയൂർ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിച്ച TV സുരേന്ദ്രനാണ്. അദ്ദേഹം CPMൻ്റെ ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗം കൂടിയാണ്. ഒപ്പം തന്നെ പ്രതിപക്ഷത്തെ പ്രതികരിച്ച് ലീഗിലെ പ്രതിപക്ഷ അംഗം അസീസ് മന്ദലാംകുന്നാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹം യൂത്ത് ലീഗിൻ്റെ ജില്ലാ ഉപാധ്യക്ഷൻ കൂടിയാണ്. ഇരുവരെയും ഈ ചർച്ചയിലേക്ക് ഏറെ ഹൃദയപുരസ്സരം സ്വാഗതം ചെയ്യുകയാണ്. ചർച്ചയിലേക്കും ഈ അവലോകനത്തിലേക്കും നാം കടക്കും മുൻപ് ഈ പഞ്ചായത്തിനെ പറ്റി അതിൻ്റെ പൊതുവിവരങ്ങളെ പറ്റി നമ്മൾ തയ്യാറാക്കിയ റിപ്പോർട്ട് കണ്ട ശേഷം വളരെ പെട്ടെന്ന് സജീവമായ ചർച്ചയിലേക്ക് കടക്കാം. തൃശൂർ ജില്ലയിലെ ചാവക്കാട് താലൂക്കിൽ ചാവക്കാട് ബ്ലോക്കിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്താണ് പുന്നയൂർ. 1962 ഈ പഞ്ചായത്ത് രൂപീകൃതമായത്. 16.6 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ട്. വടക്ക് പുന്നയൂർക്കുളം പഞ്ചായത്ത്, തെക്ക് ചാവക്കാട് ഗുരുവായൂർ നഗരസഭകൾ, പടിഞ്ഞാറ് അറബിക്കടൽ, കിഴക്ക് വടക്കേക്കാട് പഞ്ചായത്ത്, ഗുരുവായൂർ നഗരസഭ എന്നിവ ചേർന്ന് ഈ പഞ്ചായത്തിൻ്റെ അതിർത്തി പങ്കിടുന്നു. ആകെ സാക്ഷരതാ നിരക്ക് 92.56%. പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് തീരപ്രദേശമാണ്. നെൽകൃഷിയാണ് കൂടുതലായും കണ്ടുവരുന്നത്. ഇതുകൂടാതെ തെങ്ങ്, കവുങ്ങ്, വാഴ, മരച്ചീനി, പച്ചക്കറികൾ എന്നിവയും കൃഷി ചെയ്തു വരുന്നു. UDFൻ്റെ കുത്തക പഞ്ചായത്തായിരുന്ന പുന്നയൂരിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പക്ഷേ ഐക്യജനാധിപത്യ മുന്നണിക്ക് അടിതെറ്റി. P. സുരേന്ദ്രൻ്റെ സാരഥ്യത്തിൽ ഇടതുപക്ഷം ആ ഉരുക്കുകോട്ടയിൽ ചെങ്കൊടി നാട്ടി. കാൽനൂറ്റാണ്ടിനിടെ കഴിഞ്ഞ തവണയാണ് പുന്നയൂരിൽ LDF ആധികാരികമായി ഭരണത്തിലെത്തിയത്. കോൺഗ്രസും മുസ്ലിം ലീഗും സഖ്യമില്ലാതെ മത്സരിച്ചപ്പോഴാണ് മുൻപ് 2 തവണ ഭരണം കിട്ടിയത്. പോയവരെല്ലാം തിരിച്ചെത്തി ഐക്യത്തോടെ തിരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടും കഴിഞ്ഞ തവണയുണ്ടായ തോൽവി UDFന് ആഘാതമായി. എന്നാൽ ഇക്കുറി പൂർവാധികം ശക്തിയോടെ തിരിച്ചുവരുമെന്നാണ് UDF ക്യാമ്പിൻ്റെ അവകാശവാദം. LDF ആകട്ടെ കഴിഞ്ഞ തവണത്തെ വിജയം ആകസ്മികമല്ലെന്ന് തെളിയിച്ച് ഭരണ തുടർച്ചയുണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ്. BJPയും ശക്തമായ പ്രചരണവുമായി രംഗത്തുണ്ട്. ഭരണപക്ഷത്തിൻ്റെ പ്രധാന വികസനവാദങ്ങൾ ഇവയാണ്. ലൈഫ് ഭവന പദ്ധതിയിൽ ഭൂമിയുള്ള മുഴുവൻ ഗുണഭോക്താക്കൾക്കും വീട് നൽകി. ആധുനിക വാതക ശ്മശാനം യാഥാർത്ഥ്യമാക്കി. നൂറ്റാണ്ട് പഴക്കമുള്ള 2 സർക്കാർ വിദ്യാലയങ്ങൾക്ക് ഭൂമി സൗജന്യമായി ലഭ്യമാക്കി. GLP സ്കൂളിന് MLA ഫണ്ടിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചു. ഹരിതകർമ്മസേന രൂപീകരിച്ചു. ശാസ്ത്രീയ അജൈവ മാലിന്യ സംസ്കരണ പദ്ധതി നടപ്പാക്കി. 5 അങ്കണവാടികൾക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ചു. 13 സ്മാർട്ട് അങ്കണവാടികളാക്കി. ഇങ്ങനെ പോകുന്നു ഇടത് ഭരണസമിതിയുടെ വികസന നേട്ടങ്ങൾ. എന്നാൽ പഞ്ചായത്തിൻ്റെ വികസനത്തെ 5 വർഷം പിന്നിലേക്ക് കൊണ്ടുപോവുകയാണ് LDF ചെയ്തതെന്ന് UDF ആരോപിക്കുന്നു. ലൈഫ് ഭവന പദ്ധതിയിൽ 200ഓളം ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് വീട് അനുവദിച്ചതെന്ന് വിവരാവകാശ രേഖ ചൂണ്ടിക്കാട്ടുന്നതായി പ്രതിപക്ഷം പറയുന്നു. റോഡ്, കാന നിർമ്മാണങ്ങളിൽ വൻ അഴിമതി. പഞ്ചായത്തിലെ മിക്ക റോഡുകളും തകർന്നു. ഭരണസമിതിക്കെതിരെ വിജിലൻസ് അന്വേഷണം നടക്കുന്നു. ആരോഗ്യ കേന്ദ്രം വളപ്പിൽ നിന്ന് ചന്ദനമരം മുറിച്ച പ്രതികളെ പിടിച്ചില്ല. ദേശീയപാത നിർമ്മാണത്തിനായി പൊളിച്ച എടക്കഴിയൂർ കുടുംബാരോഗ്യ കേന്ദ്ര കെട്ടിടത്തിനും അതിൻ്റെ ഭൂമിക്കും ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപ പഞ്ചായത്ത് നഷ്ടപ്പെടുത്തി. മന്നലാംകുന്ന് ആരോഗ്യ ഉപകേന്ദ്രത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കിയില്ല. വേണ്ടത്ര പഠനം നടത്താതെ കോടികൾ ചെലവഴിച്ച് നടപ്പാക്കിയ പല ശുദ്ധജല പദ്ധതികളിലും വെള്ളം ലഭിക്കുന്നില്ലെന്നും UDF ചൂണ്ടിക്കാട്ടുന്നു. 2015 നടത്തിയ തെരഞ്ഞെടുപ്പിൽ UDFന് 15 സീറ്റുകളും LDFന് 5 സീറ്റുമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ LDF 12 സീറ്റ് നേടിയാണ് തിളക്കമാർന്ന വിജയം നേടിയത്. UDF 8 സീറ്റുകളിൽ ഒതുങ്ങി.
പുതിയതായി 2 വാർഡുകൾ കൂടി ഉൾപ്പെടുത്തിയതോടെ ആകെ വാർഡ് 22ആയി. 12 സീറ്റ് നേടുന്നവർക്ക് ഭരണം നേടാം. UDFന്റെ ഉരുക്കുകോട്ടയിൽ ചെങ്കൊടി നാട്ടിയിട്ടാണ് വളരെ അവിശ്വസനീയമായ പ്രകടനമാണ് കഴിഞ്ഞ തവണ പുന്നയൂർ പഞ്ചായത്തിൽ LDF നടത്തിയത്. അതിനനുസരിച്ച പ്രകടനം കഴിഞ്ഞ 5 വർഷക്കാലത്തിനകത്ത് ജനങ്ങൾക്ക് നടപ്പാക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായും പുന്നയൂരിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വികസന മുന്നേറ്റങ്ങൾക്കാണ് കഴിഞ്ഞ 5 കൊല്ലം സാക്ഷ്യം വഹിച്ചത്. അതിനൊരു പ്രധാന കാരണം 95 മുതൽ 2025 വരെയുള്ള കാലത്ത് 5 കൊല്ലം പൂർത്തീകരിച്ച് ഭരണസമിതിയുടെ കാലാവധി പൂർത്തീകരിക്കുന്ന ആദ്യത്തെ പ്രസിഡന്റ് ഞാനാണ്. 5 കൊല്ലം പൂർണ്ണമായൊരു പദവി കൈകാര്യം ചെയ്തതുകൊണ്ടാണ് ഇത്രയേറെ വികസന പ്രവർത്തനങ്ങൾ പുന്നയൂരിൽ നടപ്പാക്കാനാകിയത്. അത് LDFൻ്റെയും UDFൻ്റെയും രാഷ്ട്രീയ നിലപാടാണ്. UDF പിന്നെ അധികാരത്തെ അലങ്കാര പദവിയാക്കി തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങൾക്കും 1 കൊല്ലം, 1.25 കൊല്ലം, 1.5 കൊല്ലം, അരക്കൊല്ലം ഇങ്ങനെ വീതിച്ച് നൽകുമ്പോൾ അവർക്ക് പ്രവർത്തിക്കാൻ സമയം ലഭിക്കുന്നില്ല. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രത്യേകിച്ച് CPIMൻ്റെ ശക്തമായ നിലപാടനുസരിച്ച് 5 കൊല്ലം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നതാണ് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. ലൈഫ് ഭവന പദ്ധതി തൃശ്ശൂർ ജില്ലയിൽ 2ാമത്തെ പഞ്ചായത്താണ് ഇപ്പോൾ പുന്നയൂർ. ജില്ലയിൽ 2ാം സ്ഥാനത്താണ്. 306 പേരാണ് കരാർ വെച്ചത്. അതിൽ 200 വീടുകൾ പൂർത്തീകരിക്കപ്പെട്ടു. 160 വീടുകൾ നിർമ്മാണത്തിലാണ്. 11 കോടി രൂപയാണ് പുന്നയൂരിൻ്റെ ചരിത്രത്തിലാദ്യമാണ് ഒരു ഭവന നിർമ്മാണ പദ്ധതിക്ക് 11 കോടി രൂപ ചെലവഴിക്കുന്നത്. മാർച്ച് ആകുമ്പോഴത്തേക്ക് 2 കോടി രൂപ കൂടി ചെലവഴിക്കും. ഈ സാമ്പത്തിക വർഷം കൂടി തീരുമ്പോൾ 13 കോടി രൂപ ലൈഫിന് വേണ്ടി ചെലവഴിക്കും. വീട് മെയിൻ്റനൻസ് അതിൻ്റെ ഭാഗമായിട്ട് എടുക്കാവുന്നതാണ്. UDFൻ്റെ ഭരണകാലത്ത് ജനറൽ വിഭാഗത്തിന് 5000 രൂപയും പട്ടികജാതി വിഭാഗത്തിന് 10000 രൂപയുമായിരുന്നു. ഇത് ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ മാറ്റി. ജനറൽ വിഭാഗത്തിന് 50000 രൂപയും പട്ടികജാതി വിഭാഗത്തിന് 1 ലക്ഷം രൂപയും നൽകി ഭവന പുനരുദ്ധാരണ പദ്ധതികൾ മികവുറ്റതാക്കി അത് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന നിലയിൽ നടപ്പാക്കി. ആധുനിക മാദക ശ്മശാനം, പല ശ്മശാനത്തിലും ആളുകൾ പോകാൻ മടിക്കുമ്പോൾ ശ്മശാനത്തിൽ സെൽഫി എടുക്കുന്നവരുടെ തിരക്കാണിപ്പോൾ. അത് 1.5 കോടി രൂപ, 1,60,00,000 രൂപ ചെലവഴിച്ച് വളരെ മനോഹരമായ ഒരു മാദക ശ്മശാനം പുന്നയൂർക്കാരുടെ എത്രയോ കാലമായുള്ള ആഗ്രഹമാണ്. അത് കഠിനമായ പരിശ്രമത്തിൻ്റെ ഫലമായി യാഥാർത്ഥ്യമാക്കി പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനായി. വിദ്യാഭ്യാസ മേഖല പുന്നയൂരിൻ്റെ വികസന ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിദ്യാഭ്യാസം. ഏറ്റവും സാധാരണക്കാർ ജീവിക്കുന്ന ഒരു പഞ്ചായത്താണ്. തീരദേശം ഏതാണ്ട് 10 വാർഡുകൾ അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്ത്. അവിടുത്തെ വിദ്യാഭ്യാസം, സാധാരണ കുട്ടികൾക്ക് കൂടി വിദ്യാഭ്യാസം, ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അവിടെ നിലവിലുള്ള സർക്കാർ വിദ്യാലയങ്ങൾ, 3 സർക്കാർ വിദ്യാലയങ്ങൾ ഇതിനകം സ്മാർട്ട് വിദ്യാലയങ്ങളാക്കി മാറ്റി. 2002 ബഹുമാനപ്പെട്ട അബ്ദുറബ്ബ് മുസ്ലിം ലീഗിൻ്റെ നേതാവ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ അടച്ചുപൂട്ടുന്നതിന് തീരുമാനിച്ചതാണ് ഗവൺമെൻറ് ലോവർ പ്രൈമറി സ്കൂൾ കഴിയും. അത് വിവിധ ഘട്ടങ്ങളിലെ ഇടപെടലിനെ തുടർന്ന് നിലനിർത്തുകയും ഇപ്പോഴത് ഈ ജില്ലയിൽ സമ്പൂർണ്ണ ശീതീകരിച്ച എല്ലാ ക്ലാസ് മുറികളിലും AC ഉള്ള ഒരു സർക്കാർ വിദ്യാലയമാക്കി, 185 കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാക്കി അതിനെ ഉയർത്തി. ഗവൺമെൻറ് മാപ്പിള ലോവർ പ്രൈമറി സ്കൂളുണ്ട്, ഫിഷറീസ് UP സ്കൂളുണ്ട്, അതിനെല്ലാം നവീകരിച്ചു. ബ്രിട്ടീഷ് കാലത്ത് ആരംഭിച്ചതാണ് വടക്കേ പുന്നയൂരിലെയും കൊരഞ്ഞൂരിലെയും 2 വിദ്യാലയങ്ങൾ. ആ 2 വിദ്യാലയങ്ങൾക്ക് സ്വന്തമായി ഭൂമി കണ്ടെത്താൻ ഈ നാളിതുവരെ ആയില്ല.
1962 പഞ്ചായത്തുണ്ടായി 2020 വരെയുള്ള കാലത്ത് 50 കൊല്ലവും പുന്നയൂർ ഭരിച്ചത് UDF ആണ്. പക്ഷെ ആ 2 വിദ്യാലയങ്ങൾ സ്വന്തമായി ഭൂമിയില്ലാത്തതിൻ്റെ ഭാഗമായി അടച്ചുപൂട്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങി. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ 2 വിദ്യാലയങ്ങൾക്ക് 30 സെൻറ്റ് വീതം ഭൂമി സൗജന്യമായി സർക്കാരിൻ്റെ ഒരു നയാ പൈസ ചെലവില്ലാതെ ഈ 2 വിദ്യാലയങ്ങൾക്കും ബഹുമാന്യ വ്യക്തികൾ ഭൂമി സംഭാവന ചെയ്തു. അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ഇപ്പോൾ ആരംഭിക്കുകയാണ്. 2 വിദ്യാലയങ്ങളും ഹൈടെക് വിദ്യാലയങ്ങളായി മാറും. പുന്നയൂരിൽ തന്നെ 5-ാം വാർഡിൽ തെക്കിനടത്ത് സ്ഥിതി ചെയ്യുന്ന ഗവൺമെൻറ് LP സ്കൂൾ വേണ്ടത്ര അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അത് പൊളിച്ചു മാറ്റി നവീകരിച്ചു. സർക്കാർ വിദ്യാലയങ്ങളാകെ ഹൈടെക് ആക്കുക എന്ന നില സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. അംഗൻവാടികൾ കുട്ടികളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട്, കുട്ടികളുടെ മാനസിക ഉല്ലാസവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. ഈ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ അഥവാ ചാവക്കാട് പ്രോജക്റ്റിനകത്ത് 126 അംഗൻവാടികളാണുള്ളത്. ആ അംഗൻവാടികൾ ഇതിനകം സ്മാർട്ടാക്കിയ അംഗൻവാടികളുടെ എണ്ണം 16 അതിൽ 13 എണ്ണവും പുന്നയൂരാണ്. ആ 13 അംഗൻവാടികളെ സ്മാർട്ടാക്കിയത് ഈ ഭരണസമിതിയുടെ കാലത്താണ് എന്നത് വലിയ ഇടപെടലിൻ്റെ ഭാഗമാണ്. ക്ലീൻ പുന്നയൂർ എന്നൊരു പദ്ധതി ഞങ്ങൾ നടപ്പാക്കി. ജില്ലയിൽ പുന്നയൂരിൽ മാത്രമാണതുള്ളത്. തെരുവ് ശുചീകരണ പദ്ധതി സാധാരണഗതിയിൽ നഗരസഭക്കകത്തൊക്കെയാണ് അങ്ങനെയുള്ള പദ്ധതികളുള്ളത്. അത് വളരെ വലിയ ഇടപെടൽ നടത്തി പദ്ധതിക്ക് അംഗീകാരം വാങ്ങി ജില്ലയിൽ നടപ്പാക്കി. ജില്ലയിൽ പുന്നയൂരിലത് നടപ്പാക്കി. ക്ലീൻ പുന്നയൂരിൻ്റെ ഭാഗമായി തന്നെ ഹരിതകർമ്മസേന, കേരളത്തിലാകെ ഹരിതകർമ്മസേന ഉണ്ടാകുന്നത് 2018 2018 പുന്നയൂർ ഭരിക്കുന്നത് UDF ആണ്. 2020 ഡിസംബർ 30 ഞാൻ പ്രസിഡൻ്റായി ചുമതലയേൽക്കുന്നത്. ജനുവരി 1 ഇത് പരിശോധിക്കുമ്പോൾ ഹരിതകർമ്മസേന പുന്നയൂരിലില്ല. അവിടെ നിന്നാണ് ഹരിതകർമ്മസേന രൂപീകരണം ആരംഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം പോലും പുന്നയൂരിൽ ആരംഭിക്കാനായിരുന്നില്ല. ഞങ്ങൾ വന്നു, അത് ആരംഭിച്ചു. ഇന്ന് വളരെ ശ്രദ്ധേയമായ നിലയിൽ പ്രവർത്തിക്കുന്നൊരു സംവിധാനമായി അത് മാറിയിരിക്കുന്നു. തെരുവ് വിളക്ക് കഴിഞ്ഞ 5 കൊല്ലക്കാലം എൻ്റെ പേരിൽ തന്നെ 2 കേസുണ്ടായിരുന്നു. തെരുവ് വിളക്ക് പരിപാലിക്കണം എന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിയെ തടഞ്ഞതിനും പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചതിനും. ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം തെരുവ് വിളക്ക് മെയിൻ്റനൻസിൻ്റെ കണക്കെടുത്തപ്പോൾ 4000 തെരുവ് വിളക്കുകൾ 1500 മാത്രമേ കത്തുന്നുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളത് നവീകരിക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ സമ്പൂർണ്ണ തെരുവ് വിളക്കുള്ള ഗ്രാമമാകാനുള്ള തയ്യാറെടുപ്പിലാണ് പുന്നയൂർ. വലിയ മാറ്റമാണ് തെരുവ് വിളക്ക് നവീകരിക്കുന്നതിൽ. ഒരു പക്ഷേ നഗരസഭകൾക്ക് സമാനമായ തെരുവ് വിളക്ക് പരിപാലന പരിപാടി ഞങ്ങൾ നടപ്പാക്കി. ആയുർവേദത്തിനുൾപ്പെടെ ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റം ഉണ്ടാക്കി. ആയുർവേദ ഡിസ്പെൻസറിക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ചു. MLAയുടെ സഹായത്തോടെയാണ്. സബ് സെൻ്ററുകൾ ആരംഭിച്ചു. ഫാമിലി ഹെൽത്ത് സെൻ്ററിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ 3 ഇരട്ടി സംഖ്യ മരുന്ന് വാങ്ങുന്നതിന് വേണ്ടി നൽകി. അവിടെ വരുന്ന എല്ലാവർക്കും മരുന്ന് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കി. ഈ നിലയിൽ സമഗ്രമായ വികസന പദ്ധതികളാണ് ഞങ്ങൾ ഇതിനകം നടപ്പിലാക്കിയത്. നേരത്തെ നിങ്ങളുടെ ഒരു വാർത്ത കാണിച്ചപ്പോൾ UDFൻ്റെ വാദം പറയണ്ടായി. അതിൽ ആശുപത്രിയുടെ അവിടെ ദേശീയപാതക്ക് നഷ്ടം വന്ന ഭൂമി പഞ്ചായത്ത് ഭരണസമിതി എന്തോ നഷ്ടം വരുത്തി എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അത് എന്താ വസ്തുത വെച്ചാൽ ആ ഭൂമി വാങ്ങിക്കുന്നത് 78 78 ഞങ്ങൾ അധികാരത്തിലില്ല. 78 മുതൽ 2020 വരെയും ഞങ്ങൾ അധികാരത്തിലില്ല. അന്നെല്ലാം UDF ആണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ട് ഈ ദേശീയപാത പ്രശ്നം വരുമ്പോൾ ഇതിൻ്റെ ഡോക്യുമെൻ്റ് പരിശോധിച്ചപ്പോൾ ഒരു ഡോക്യുമെൻറ്റും ഈ ഭൂമിക്കില്ല. ദേശീയപാതക്ക് നിങ്ങൾ CCTVക്ക് അറിയാലോ, ദേശീയപാതക്ക് പക്കാ ഡോക്യുമെൻ്റ് നൽകിയാലാണ് പണം കിട്ടുക. ഇത് അന്ന് സറണ്ടർ ചെയ്ത ഭൂമിയാണ്. സറണ്ടർ ചെയ്ത ഭൂമിക്ക് ദേശീയപാത ആവശ്യപ്പെടുന്ന ഡോക്യുമെൻ്റ് നൽകാനാവില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ നഷ്ടം വന്ന കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമുക്ക് വന്ന നഷ്ടം നമുക്ക് ദേശീയപാത അനുവദിച്ചത് 57 ലക്ഷം രൂപയാണ്. എന്നാൽ MLA അവിടെ കെട്ടിടം നിർമ്മിക്കാൻ 72 ലക്ഷം രൂപ 76 ലക്ഷം രൂപ ഇതിനകം അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ വാദം തീർത്തും അടിസ്ഥാനരഹിതമാണ്. തീർച്ചയായും
ഓക്കെ, വ്യക്തമാണ്. പ്രസിഡന്റിന്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ സുസ്ഥിരമായൊരു ഭരണം 5 വർഷത്തിനകത്ത് നടപ്പാക്കാൻ LDFന് സാധിച്ചു എന്നാണ്. UDFന്റെ ഭരണകാലത്താണെങ്കിൽ ഓരോ വർഷവും അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴെല്ലാം പഞ്ചായത്ത് അധ്യക്ഷന്മാർ മാറുന്ന തരത്തിലുള്ള സമീപനമാണ് കണ്ടിരുന്നത്. എന്നാൽ പുന്നയൂർ ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള വലിയ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലത്തിനകത്ത് LDFന് നടപ്പാക്കാൻ സാധിച്ചു എന്നാണ് പ്രസിഡന്റ് സുരേന്ദ്രൻ പറയുന്നത്. എന്താണ് UDFന്റെ പൊതുവായൊരു രാഷ്ട്രീയ വിലയിരുത്തൽ? നമസ്കാരം. UDFനെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലം പുന്നയൂർ പഞ്ചായത്ത് ഭരിച്ചിട്ടുള്ള ഒരു മുന്നണിയാണ്. UDFന്റെ ഭരണകാലത്ത് ഒന്നുമില്ലായ്മയിൽ നിന്ന്, കേരള രൂപീകരണത്തിന് ശേഷം ഒന്നുമില്ലായ്മയിൽ നിന്ന് അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുള്ള ഭരണസമിതികളാണ് മുൻകാലത്ത് കടന്നുപോയിട്ടുള്ളത്. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ എടുത്തു പറയത്തക്ക രീതിയിൽ നെതർലാൻഡ് ഗവൺമെൻറ്റിൻ്റെ ടോയ്ലറ്റ് പദ്ധതി അടക്കം കൊണ്ടുവന്ന് മർഹൂം RP മൊയ്തുട്ടി സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ശുചിത്വവുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഭരണസമിതിയാണ് മുൻകാലത്ത് കടന്നുപോയിട്ടുള്ളത്. ഇപ്പോൾ പ്രസിഡൻറ്റിൻ്റെ സംസാരത്തിൽ 2 തവണ ആവർത്തിച്ച് പറഞ്ഞു. ഒരിക്കൽ പറഞ്ഞു 50 വർഷം UDF ഭരിച്ചു എന്ന് പറഞ്ഞു. പിന്നെ അവസാനം സംസാരത്തിൽ പറഞ്ഞു 2020 വരെ 20 വർഷം ഭരിച്ചു എന്ന് പറഞ്ഞു. ഞാനത് ആദ്യമേ ഖണ്ഡിക്കുകയാണ്. 2000-2005 കാലഘട്ടത്തിൽ LDF ആണ് ഭരിച്ചിരുന്നത്. പ്രസിഡന്റ് K കമറുദ്ദീൻ്റെ നേതൃത്വത്തിൽ LDF മുന്നണിയാണ് ഭരിച്ചത്. അതിനുശേഷം 2005-10 കാലഘട്ടത്തിൽ LDF ഓർമ്മ സഖ്യം ആണ് പഞ്ചായത്ത് ഭരിച്ചത്. 2015-20 കാലഘട്ടത്തിലാണ് ഏറ്റവും അവസാനമായിട്ട് UDF ഭരണസമിതി ഭരിച്ചിട്ടുള്ളത്. പ്രസിഡന്റ് മാറ്റത്തെക്കുറിച്ച് ഭരണത്തിൻ്റെ കുറവ് വന്നു എന്നുള്ള രീതിയിൽ പ്രസിഡന്റിൻ്റെ പരാമർശം ഉണ്ടായി. പഞ്ചായത്ത് പ്രസിഡൻഷിപ്പ് മുന്നണിക്കുള്ളിലെ കക്ഷികളുടെ ധാരണ അനുസരിച്ച് സംസ്ഥാനത്ത് പല പഞ്ചായത്തുകളിലും ഉണ്ടാകുന്ന മാറ്റമാണ്. ഇപ്പോൾ നമ്മുടെ സമീപ പ്രദേശത്ത് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDFനകത്ത് പോലും CPM CPI ധാരണയുടെ ഭാഗമായിട്ട് പ്രസിഡൻഷിപ്പ് മാറ്റം വന്നിട്ടുണ്ട്. പ്രസിഡൻഷിപ്പിൽ വരുന്ന മാറ്റം ഭരണത്തെ ഒരു നിലക്കും ബാധിക്കുന്നില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം മുന്നണിയാണ് ഭരിക്കുന്നത്. മുന്നണി ഭരിക്കുമ്പോൾ പ്രസിഡന്റ് ആര് എന്നുള്ളതിനപ്പുറത്ത് ആ മുന്നണിയുടെ നയ തീരുമാനങ്ങൾക്കനുസൃതമായിട്ടാണ് ഭരണം മുന്നോട്ട് പോകുക. അപ്പോൾ അത് 2 കൊല്ലോ 2.5 കൊല്ലോ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ധാരണയുടെ പുറത്ത് പ്രസിഡൻഷിപ്പിൽ വന്നിട്ടുള്ള മാറ്റം പുന്നൂർ പഞ്ചായത്തിൽ ഒരു പ്രതിസന്ധിയും ഭരണതലത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ 2015-20 കാലഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ LDF ഭരിക്കുന്നത് കൊണ്ട് തന്നെ പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലുള്ള LDF മുന്നണി ഭരണസ്വാധീനം ഉപയോഗിച്ച് പുന്നൂർ പഞ്ചായത്തിൽ ദീർഘകാലം സെക്രട്ടറിമാരെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണത വാർത്താ മാധ്യമങ്ങൾ CCTV ഉൾപ്പെടെ നേരത്തെ റിപ്പോർട്ട് ചെയ്തു പോയിട്ടുള്ളതാണ്. ഞാൻ ഓർക്കുന്നു, വിവിധ പത്രങ്ങൾ, മനോരമ, മാതൃഭൂമി ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ വന്ന ടൈറ്റിൽ സെക്രട്ടറി വാഴാത്ത പഞ്ചായത്ത് എന്നായിരുന്നു പരാമർശം. അത്തരത്തിൽ ഭരണസ്വാധീനം ഉപയോഗിച്ച് ഭരണപ്രതിസന്ധി ഉണ്ടാക്കിയിട്ട് പോലും പ്രസിഡന്റ് നേരത്തെ പറഞ്ഞ പ്രസിഡൻഷിപ്പ് മാറ്റം ഉണ്ടായിട്ട് പോലും LDF സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് അംഗീകാരം മേടിച്ച ഒരു ഭരണസമിതിയാണ് 2015-20 കാലഘട്ടത്തിൽ ഭരണം നടത്തിയത്. പുന്നൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഭൂമികൾ കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഭൂമികളാണ്. കുട്ടാടംപാടം അതിൽ എടുത്തു പറയേണ്ട ഒരു പ്രദേശമാണ്. കുട്ടാടംപാടം തരിശുരഹിത ആക്കിയതിൻ്റെ ഭാഗമായിട്ട് LDF സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് 2018 സംസ്ഥാനത്ത് തന്നെ തരിശുരഹിത കൃഷി ഭൂമി എന്നുള്ള രീതിയിൽ 3-ാം സ്ഥാനം നേടിയ പഞ്ചായത്തായിരുന്നു 2015-20 കാലഘട്ടത്തിൽ ഭരണത്തിന് നേതൃത്വം നൽകിയത്. മറ്റൊരു കാര്യം ശ്മശാനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. LDF ഭരണസമിതി ഇപ്പോൾ ഉയർത്തുന്നത് ശ്മശാനം LDF ഭരണസമിതി ആദ്യമായിട്ട് കൊണ്ടുവന്ന ഒരു ആശയം എന്നുള്ള രീതിയിലാണ്. തീർത്തും അത് തെറ്റാണ്. 2014 UDF ഭരണസമിതിയാണ് ശ്മശാനത്തിന് 2010-15 കാലഘട്ടത്തിലെ ഭരണസമിതി 2014 55 ലക്ഷം വകയിരുത്തിക്കൊണ്ട് ശ്മശാനത്തിന് പ്രോജക്റ്റ് വെക്കുകയാണ്. സർക്കാരിൻ്റെ അക്രഡിറ്റഡ് ഏജൻസി ആയിട്ടുള്ള കോസ്റ്റ് ഫോർഡിനെ അതിൻ്റെ നിർമ്മാണ ചുമതല ഏൽപ്പിക്കുകയും 18 ലക്ഷം അഡ്വാൻസ് ആയിട്ട് കോസ്റ്റ് ഫോർഡിൽ അടക്കുകയും ചെയ്തു.
അവിടെ ശ്മശാനവുമായി ബന്ധപ്പെട്ട് ധാരാളം നിയമപരമായിട്ടുള്ള വിഷയങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിലൊരു പ്രധാന വിഷയം ഭൂമി നഞ്ചഭൂമിയായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ 50 മീറ്ററിനുള്ളിൽ വീടുകൾ പാടില്ല എന്നുണ്ട്. പക്ഷേ അവിടെ 750 മീറ്റർ ചുറ്റളവിൽ വീടില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ അവിടെ ഹിന്ദു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആചാരപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളെ അത് ബാധിക്കുമെന്നുള്ള തരത്തിൽ അവിടെ വാദം ഉയർന്നു വരികയും അവിടെ ഇതിനെതിരായിട്ടുള്ള ഒരു പൗരസമിതി രൂപം നൽകുകയും ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധ നടപടികൾ ഉണ്ടാകുകയുണ്ടായി. ആ സമയത്ത് LDFൻ്റെ ഭാഗത്ത് നിന്ന് ഈ പൗരസമിതിക്ക് പഞ്ചായത്ത് വിളിക്കുന്ന സർവകക്ഷി യോഗത്തിൽ പഞ്ചായത്തിൻ്റെ ഒപ്പം നിൽക്കാൻ നിന്നു എന്ന് വരുത്തുകയും മറുഭാഗത്ത് പൗരസമിതിക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്തുകൊണ്ട് LDF ഭരണസമിതി വന്നു കഴിഞ്ഞാൽ, അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ശ്മശാനം തൽസ്ഥാനത്ത് നിന്നും മാറ്റിക്കൊടുക്കാമെന്ന് ധാരണ ഉണ്ടാക്കി അവരുടെ വോട്ടുകൾ കൂടി വാങ്ങിയിട്ടാണ് 2020 LDF ഭരണസമിതി അധികാരത്തിൽ വന്നത്. വിവിധ തരത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്, ഭരണസ്വാധീനം ഉപയോഗിച്ച് നിയമ തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് 2015-14 തുടങ്ങിയ പദ്ധതി 15-20 കാലഘട്ടത്തിൽ UDFന് അത് പൂർത്തീകരിക്കാൻ പറ്റാതെ പോയത്. നേരത്തെ പറഞ്ഞ ധാരണയുടെ ഭാഗമായിട്ട് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് 2020-21 ആദ്യത്തെ പദ്ധതി വെച്ചപ്പോൾ ശ്മശാനം 1 കോടിയിൽ പരം രൂപ പഞ്ചവടി ബീച്ചിൽ ശ്മശാനം നിർമ്മിക്കുന്നതിന് വേണ്ടി പദ്ധതി വെച്ച ഭരണസമിതിയുടെ നേതൃത്വം നൽകിയ പ്രസിഡൻ്റാണ് മുന്നിലിരിക്കുന്നത്. അവിടെ പഞ്ചവടി ബീച്ചിൽ ശ്മശാനം നിർമ്മിക്കാൻ വേണ്ടി അവിടെ ശ്രമങ്ങൾ നടത്തിയപ്പോൾ അവിടെ ഇതിനേക്കാൾ അപ്പുറത്തെ നിയമ തടസ്സങ്ങളും പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും വന്നപ്പോഴാണ് വീണ്ടും യൂട്ടേൺ അടിച്ചുകൊണ്ട് തൽസ്ഥാനത്തേക്ക് ശ്മശാനവുമായി വരുന്നത്. അപ്പോൾ ശ്മശാനം LDF ഭരണസമിതി കൊണ്ടുവന്ന ആശയമല്ല, പദ്ധതിയുമല്ല, അത് UDF ഭരണസമിതി നേരത്തെ തുടങ്ങി വെച്ചതാണ്. പുന്നയൂരിലെ ഹിന്ദുമത വിശ്വാസികൾക്ക് അവരുടെ ശവശരീരം സംസ്കരിക്കുന്നതിന് വേണ്ടി മറ്റു പഞ്ചായത്തുകളെ ആശ്രയിക്കുന്ന ഒരു സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ടാണ് UDF ഭരണസമിതി അതിന് നേതൃത്വം കൊടുത്തത്. അതുപോലെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. ഇപ്പോൾ സ്കൂള് അടച്ചുപൂട്ടിയതിനെ പറ്റി പറഞ്ഞു. സ്കൂളുകൾ അടച്ചുപൂട്ടിയത് നമുക്കറിയാം. പല സ്കൂളുകളും സംസ്ഥാനത്ത് അടച്ചുപൂട്ടുകയുണ്ടായി. അടച്ചുപൂട്ടിയ സ്കൂളൊന്നും അടിസ്ഥാന സൗകര്യങ്ങളുടെയോ ഭൗതിക സൗകര്യങ്ങളുടെയോ കുറവ് മൂലമല്ല. ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ ചില മാറ്റങ്ങളുടെ ഭാഗമായിട്ട് സർക്കാർ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾ കുറഞ്ഞ ഘട്ടത്തിലാണ് സ്കൂളുകൾ അടച്ചുപൂട്ടുന്ന സ്ഥിതി ഉണ്ടായത്. അത്തരത്തിൽ സ്കൂൾ അടച്ചുപൂട്ടാൻ വേണ്ടി പോയ സ്കൂളാണ് പ്രസിഡന്റ് പരാമർശിച്ചത്. ഞാൻ അതിനെ ഖണ്ഡിക്കുന്നില്ല. പക്ഷേ വിദ്യാഭ്യാസ രംഗത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ പിന്നീട് മെച്ചപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ടും വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ സർക്കാർ വിദ്യാലയത്തിലേക്ക് വന്നതിൻ്റെ ഭാഗമായിട്ട് പല സ്കൂളുകളും നിലനിർത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിലെ ഭരണസമിതി സർക്കാർ വിദ്യാലയങ്ങൾ ഹൈടെക് ആക്കുന്നതിനെക്കുറിച്ച് പറയുകയുണ്ടായി. ഞാൻ വരുന്നത് പുന്നൂർ പഞ്ചായത്തിലെ സർക്കാർ UP സ്കൂൾ. പുന്നൂർ പഞ്ചായത്തിലെ ഒന്നേ ഉള്ളൂ, അത് മന്നലാകുന്ന ഗവൺമെൻറ് ഫിഷറീസ് UP സ്കൂളാണ്. മന്നലാകുന്ന ഗവൺമെൻറ് ഫിഷറീസ് UP സ്കൂള് ഹൈടെക് ആക്കിയെന്ന് പ്രഖ്യാപനം നടത്തിയ ഒരു വിദ്യാലയമാണ്. നിങ്ങൾക്ക് CCTVക്ക് അവിടെ മന്നലാകുന്ന സ്കൂളിൽ മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ കാണാൻ സാധിക്കും. അവിടെ ചോർന്നൊലിക്കുന്ന കെട്ടിടമാണ്. പുറത്ത് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങളോട് കണ്ണടച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഹൈടെക് പ്രഖ്യാപനങ്ങളും ഹൈടെക് വൽക്കരണങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം അങ്കണവാടിയുടെ കാര്യത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അങ്കണവാടി പുന്നൂർ പഞ്ചായത്തിൽ 33 അങ്കണവാടികളാണുള്ളത്. നേരത്തെ 11 അങ്കണവാടിക്കാണ് സ്ഥലവും കെട്ടിടവും ഉണ്ടായത്. അതിൽ UDF ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ 21 അങ്കണവാടിക്ക് സ്ഥലം ഉണ്ടാക്കുകയും 8 അങ്കണവാടിക്ക് കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതിൽ ബാക്കി വന്ന ചില അങ്കണവാടിക്കാണ് MLAയുടെയും മറ്റുമൊക്കെ സഹായത്തോടു കൂടിയിട്ട് കെട്ടിടം ഉണ്ടാക്കിയിട്ടുള്ളത്. മാത്രമല്ല അങ്കണവാടി സ്മാർട്ട് വൽക്കരണത്തെക്കുറിച്ച് പറയുകയുണ്ടായി. നിങ്ങൾക്ക് പുന്നയൂരിലെ അങ്കണവാടികൾ വന്ന് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. സ്മാർട്ട് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന നിലവാരം കാലാനുസൃതമായിട്ടുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സൗകര്യമൊരുക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ യാതൊരുവിധ സൗകര്യങ്ങളും അവിടെ അങ്കണവാടികളിൽ ഉണ്ടാക്കിയിട്ടില്ല. അവിടെ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് പെയിൻ്റ് അടിച്ചിട്ട് കുറച്ച് ആർട്ടിഫിഷ്യലായി പെയിൻ്റ് അടിച്ചുകൊണ്ട് കളർഫുള്ളാക്കിക്കൊണ്ട് AC സ്ഥാപിച്ചു എന്നുള്ളതാണ്. AC 2019-20 കാലഘട്ടത്തിൽ
ഒരു പക്ഷേ ചാവക്കാട് പ്രദേശത്ത് തന്നെ ആദ്യമായിട്ട് AC വന്നത് എൻ്റെ വാർഡിൽ മന്നലാങ്കുന്നിലെ 47 നമ്പർ അങ്കണവാടിയിൽ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടി എ ആയിഷയാണ്. അപ്പോൾ AC ഒക്കെ ഇവിടെ 2018, 20 കാലഘട്ടത്തിലൊക്കെ AC അങ്കണവാടികൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. AC വെച്ചുകൊണ്ട് സ്മാർട്ടാക്കി എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഹരിതകർമ്മസേനയുമായി ബന്ധപ്പെട്ട് പറയുകയുണ്ടായി. ഹരിതകർമ്മസേന പ്രസിഡന്റ് തന്നെ സൂചിപ്പിച്ചു 2018 ആരംഭിക്കുന്നത്. 2018 ആരംഭിച്ചു. ഒരു പുതിയ സംവിധാനം കൊണ്ടുവരാൻ വേണ്ടി 2 വർഷക്കാലത്തോളമാണ് UDF ഭരണസമിതിക്ക് ആ സമയത്ത് അവശേഷിച്ചത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി എന്നിരുന്നാലും അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് വസ്തുതയാണ്. സ്വാഭാവികമായിട്ടും സംസ്ഥാനത്തെ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും 2020 അധികാരത്തിൽ വന്ന ഭരണസമിതികൾ തന്നെയാണ് ഹരിതകർമ്മസേന രൂപീകരിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും UDF അങ്ങനെ തുടർച്ച ഉണ്ടായിരുന്നുവെങ്കിൽ അത് UDF അത് ചെയ്യുമായിരുന്നു. തെരുവിളക്കിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. തെരുവിളക്കിൻ്റെ കുറിച്ച് പറയുമ്പോൾ തെരുവിളക്കിന് നേരത്തെ തെരുവിളക്കിൻ്റെ ലൈന് സ്ഥാപിക്കുകയും ലൈനില്ലാത്തടത്ത് ലൈന് സ്ഥാപിക്കുകയും പ്രസിഡന്റ് നേരത്തെ സൂചിപ്പിച്ച 4000-ഓളം തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചത് UDF ഭരണസമിതിയാണ്. അത് കത്തിയിരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പരാമർശിച്ച ഒരു ആക്ഷേപം. സ്വാഭാവികമായിട്ടും ഓരോ വർഷവും AMC അഗ്രിമെൻറ്റോട് കൂടിയിട്ട് അതിൻ്റെ മെയിൻ്റനൻസ് നടന്നു പോകുന്നതാണ്. ചില ഘട്ടത്തിൽ സ്വാഭാവികമായിട്ട് അത് കത്താതെ പോയിട്ടുണ്ടാവും. മെയിൻ്റനൻസ് ചിലപ്പോൾ വൈകുന്നതുകൊണ്ടോ മറ്റോ ഉണ്ടായിട്ടുണ്ടാവും. 4000 ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ ആ ലൈറ്റുകൾ സ്ഥാപിക്കുകയും അതുപോലെ തന്നെ അതിനു വേണ്ടിയുള്ള ലൈന് വലിക്കുകയും ചെയ്തത് UDF ഭരണസമിതിയുടെ കാലത്താണ് എന്ന് പ്രസിഡന്റിൻ്റെ വാദത്തിൽ ഇവിടെ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ പറയുമ്പോൾ 2015-20 ഭരണസമിതിയുടെ കാലത്ത് ഇന്ത്യയിൽ തന്നെ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് നൽകിയ അംഗീകാരം സംസ്ഥാനത്ത് 7 ആരോഗ്യ കേന്ദ്രത്തിന് നൽകിയപ്പോൾ അതിലൊന്ന് പുന്നയൂരിനായിരുന്നു എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ അവിടുത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് ധാരാളം ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം പേര് ഉള്ള ഒരു കാലഘട്ടത്തിൽ ദിനം പ്രതി അവിടെ കലഹമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇൻസുലിൻ ഉൾപ്പെടെയുള്ള മരുന്ന് ലഭിക്കാതെ പാവപ്പെട്ട ജനത, പുന്നയൂരിലെ തീരദേശവാസികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്. പാവപ്പെട്ട ജനത അവിടെ ദിനം പ്രതി കലഹിക്കുന്ന ഒരു കാഴ്ച പുന്നയൂർ ആരോഗ്യ കേന്ദ്രത്തിൽ, കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വന്നു കഴിഞ്ഞാൽ കാണാവുന്ന ഒരു കാഴ്ചയാണ്. അവിടെ ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായിട്ട് 43 സെൻറ്റ് നഷ്ടപ്പെടുകയുണ്ടായി. മർഹൂം RP മൊയ്തൂട്ടി സാഹിബ് അതുപോലെ തന്നെ MV ഹൈദർ സാഹിബ് ഉൾപ്പെടെയുള്ള UDF ജനപ്രതിനിധികൾ വിദേശത്ത് പോയി പൈസ സ്വരൂപിച്ചുകൊണ്ടാണ് 1 ഏക്കറിൽ പരം ഭൂമി ആരോഗ്യ കേന്ദ്രത്തിന് ഉണ്ടാക്കിയത്. അത് രജിസ്ട്രേഷൻ ചെയ്ത് പഞ്ചായത്തിന് സറണ്ടർ ചെയ്തിരുന്നതാണ്. എന്നാൽ ഈ ദേശീയപാതയുടെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഭൂമി നഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് ദേശീയപാത അതോറിറ്റിക്ക് ഭൂമിയുടെ രേഖ നൽകാൻ പറ്റാത്തതിൻ്റെ ഭാഗമായിട്ട് 1,63,00,000 രൂപ, അതായത് 3,80,000 രൂപ സെൻറ്റിന് എന്നുള്ള രീതിയിലാണ് എടക്കഴയൂർ പ്രദേശത്ത് ദേശീയപാത അതോറിറ്റി സ്ഥലത്തിന് നൽകിയിട്ടുള്ളത്. 43 സെൻറ്റ് ഭൂമി നഷ്ടപ്പെടുമ്പോൾ 3,80,000 രൂപ സെൻറ്റിന് വരുമ്പോൾ 1,63,40,000 രൂപ പഞ്ചായത്തിന് സ്ഥലം നഷ്ടപ്പെട്ട വകയിൽ കിട്ടേണ്ടതായിരുന്നു. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന കെട്ടിടങ്ങൾ, ആയുർവേദ ആശുപത്രിയുടെ കെട്ടിടം നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ജനകീയ ഹോട്ടൽ നഷ്ടപ്പെട്ടു. കുടിവെള്ള പദ്ധതിയുടെ വലിയൊരു ടാങ്ക് നഷ്ടപ്പെട്ടു. ഇത്തരം കെട്ടിടങ്ങൾ നഷ്ടപ്പെട്ട വകയിൽ 1,14,00,000 രൂപ നഷ്ടപ്പെട്ടു. തൊട്ടടുത്ത എടക്കഴയൂർ ജുമാ മസ്ജിദിന് കീഴിലുള്ള ഒരു പള്ളി സ്കൂളിൻ്റെ ഭൂമി നഷ്ടപ്പെട്ടിട്ട് ഏകദേശം 20 സെൻറ്റോളം നഷ്ടപ്പെട്ടിട്ട് 1,48,00,000 രൂപ അവർക്ക് കിട്ടിയതാണ്. ഒരു പള്ളി കമ്മിറ്റിക്ക് പോലും ഇല്ലാത്ത രേഖ ഉണ്ടാക്കി ഇത്തരത്തിൽ പൈസ നേടിയെടുക്കാൻ സാധിക്കുമ്പോൾ സംസ്ഥാനം ഭരിക്കുന്നു LDF, MLA LDF പ്രതിനിധിയാണ്, പഞ്ചായത്ത് LDF ഭരിച്ചിട്ട് ഒരു പഞ്ചായത്തിന് ഇത്രയും സ്വാധീനങ്ങൾ ഉണ്ടായിട്ട് നഷ്ടപ്പെട്ട രേഖ വീണ്ടെടുത്ത് പൈസ നേടിയെടുക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയ പരാജയമാണ്. തീർച്ചയായും UDFന്റെ നിലപാട് വ്യക്തമാണ്. ഒരുപാട് ആക്ഷേപങ്ങളും ആരോപണങ്ങളും നാം കേട്ടു. ഇതിനെ എല്ലാറ്റിനും മറുപടി നൽകും. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനം ശ്മശാന ബന്ധപ്പെട്ടാണ്. ആ മേഖലയിൽ ശ്മശാനം ഉണ്ടായിരുന്നില്ല. ഇപ്പം ശ്മശാനം യാഥാർത്ഥ്യമാക്കി. അത് LDFന്റെ മാത്രം ഒരു നേട്ടമായിട്ടൊന്നും UDF കാണുന്നില്ല. UDF ഭരണസമിതി തുടങ്ങി വെച്ചൊരു കാര്യം അത് പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നതിനപ്പുറത്തൊന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്തോ രഹസ്യ അജണ്ടയോ ഓരോ സമിതിയായി ഉണ്ടാക്കിയിട്ടുള്ള എന്തൊരു ആ ധാരണ കൃത്യമായി പാലിക്കാൻ സാധിച്ചെന്ന് തുറന്നിട്ടുള്ള ആരോപണമുണ്ട്. മറുപടി എങ്ങനെ? ഇതിൽ ഭരണസമിതിക്ക് തുടർച്ച ഉണ്ടായില്ല. അതിന് കാരണം
മുന്നണി സംബന്ധിച്ച മര്യാദകൾ പാലിക്കലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ MK ഷഹർബാനും നഫീസക്കുട്ടി വലിയകത്തും കഴിഞ്ഞ 5 കൊല്ലക്കാലത്തെ 2 പ്രസിഡന്റുമാരാണ്. അവർ രണ്ടും കോൺഗ്രസ്സാണ്. 1.25 കൊല്ലം മാത്രമേ ബുഷറ പ്രസിഡന്റ് ആകുന്നുള്ളൂ. അപ്പം അത് വസ്തുതാപരമല്ല. മാത്രമല്ല, അതാണ് പുന്നയൂരിൻ്റെ വികസനത്തിന് തടസ്സമായി നിന്നിരുന്നത്. അതൊരു യു ഡി എഫിന് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അലങ്കാര പദവിയാണെന്നുള്ളത് കൊണ്ട് നാടിനത് നഷ്ടമാകുന്നു എന്നുള്ള കാര്യത്തിൽ സംശയത്തിനിടയില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഈ കാലയളവിനുള്ളിൽ വീണ്ടും മുന്നണി ഭരണം ഉണ്ടായിട്ടുണ്ടെന്നാണ് LDFന്. അത് വസ്തുതയാണ്. ഞാൻ പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേവല ഭൂരിപക്ഷത്തോടെ ഒരു ഭരണം ഉണ്ടാകുന്നത് ആദ്യമാണ്. മറ്റത് ഈ അസീസിന്റെ നേതാവായിരുന്ന ശ്രീ RP മൈത്രിയുടെ പിന്തുണയോടെ ഞങ്ങൾ അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഞങ്ങളെ പിന്തുണച്ചിട്ടുണ്ട്. DIC വന്നപ്പോൾ ഞങ്ങൾക്ക് 4 സീറ്റേ ഉള്ളൂ, അവർ പിന്തുണച്ചിട്ട്. ആ ഭരണത്തിനൊക്കെ പരിമിതികളുണ്ട്. ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം നടപ്പിലാക്കാൻ കഴിയുന്ന ആദ്യ ഭരണസമിതി, അത് ചരിത്രം രേഖപ്പെടുത്തുന്ന ഭരണസമിതിയാണ്. അതിന് സമാനതകളില്ലാത്ത വികസന മുന്നേറ്റം പുന്നയൂരിന് സമ്മാനിക്കാനായിട്ടുണ്ട്. പിന്നെ പറഞ്ഞ കാര്യം, ഭരണസ്വാധീനം ഉപയോഗിച്ചിട്ട് പഞ്ചായത്ത് സെക്രട്ടറിമാരെ മാറ്റിയെന്നാണ്. ഇതിലേറെ കഴിവുകെട്ട ഒരു ഭരണസമിതിക്ക് കഴിവില്ല എന്ന് പറയാൻ ഇതിലേറെ കാരണം വേണോ? ആ ഭരണസമിതി പിന്നെ എന്തിനാണ്? ഒരു ഭരണാധികാരമുള്ള, പിന്നെ നിയമത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു ഭരണസമിതിക്ക് സെക്രട്ടറിമാരെ ഇങ്ങനെ സർക്കാർ ഇടപെട്ട് മാറ്റിയാൽ അതിലിടപെടാൻ ഭരണസമിതിക്ക് കഴിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് കഴിയാതെ പോയതാണ് അവിടുത്തെ പ്രശ്നം. അത് ആ ഭരണസമിതിയുടെ കഴിവുകേടാണ്, അതല്ലാതെ ഏതെങ്കിലും സർക്കാരിൻ്റെ പ്രശ്നമല്ല. ഇപ്പോൾ സർക്കാർ ഒരു സെക്രട്ടറിയെ മാറ്റി നോക്കട്ടെ, എന്താണ് ഭരണസമിതി സർക്കാർ കാണും. അപ്പം അത് ഭരണസമിതിയുടെ കഴിവുകേണ്ട ഭാഗം. ഞാൻ പറഞ്ഞോട്ടെ, കഴിവുകേണ്ട ഭാഗമാണ്. മറ്റൊന്ന്, ശ്മശാനത്തിൻ്റെ കാര്യം പറഞ്ഞു. ഞങ്ങൾ നിർമ്മിച്ച ശ്മശാനം ഞങ്ങൾ കോസ്റ്റ് ബോർഡിനല്ല കൊടുത്തത്, അത് റൈഡ്കോ ആണ് നിർമ്മിച്ചത്. ഒരു വർക്ക് മിഷനറികൾ മുഴുവൻ റൈഡ്കോ ആണ് ചെയ്തത്. പിന്നെ സിവിൽ വർക്കുകളെല്ലാം അശോകൻ എന്ന് പറഞ്ഞ കോൺട്രാക്ടറാണ് ചെയ്തത്. 2020 അധികാരത്തിൽ വന്ന ഞങ്ങളുടെ സമിതി, ഞങ്ങളുടെ പ്രകടന പത്രിക നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ പ്രകടന പത്രികയിലെ ആദ്യ വാഗ്ദാനമാണ് ആധുനിക വാതക ശ്മശാനം നടപ്പാക്കുന്നുള്ളത്. ഞങ്ങൾ വന്നത് പരിശോധിക്കുമ്പോൾ ഇതിനൊരു രേഖയില്ല. മറ്റേ എന്താ പറയുക, ആവശ്യമായ ശ്മശാനം നിർമ്മിക്കണമെങ്കിൽ ഒരുപാട് നിയമങ്ങളുണ്ടല്ലോ, അതിന് നടപടികളുണ്ടല്ലോ, അതിന് അനുമതികൾ വേണമല്ലോ. ജില്ലാ ഭരണകൂടത്തിന് അനുമതി ഇല്ല, പിന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അനുമതി ഇല്ല, ഭൂമി നഞ്ചയാണ്, മാറ്റിയിട്ടില്ല. ഇതെല്ലാം 3 കൊല്ലക്കാലം ഞങ്ങൾ നടത്തിയ കഠിനമായ പരിശ്രമത്തിൻ്റെ ഭാഗമായി 2023-ലും 2024-ലുമായിട്ടാണ് ഈ അനുമതിയെല്ലാം ലഭിക്കുന്നത്. രേഖയാണ്. അതിനുശേഷമാണ് ഞങ്ങൾ ടെൻഡർ നടപടിയിലേക്ക് കടന്ന് നിർമ്മാണം പൂർത്തിയാക്കുന്നത്. 8 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കിയ ജില്ലയിലെ ആദ്യത്തെ ആധുനിക വാതക ശ്മശാനമാണത്. അത് കഠിന പരിശ്രമം ഞങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമാണ്. ഇവിടെ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, പിന്നെ ഈ നേരത്തെ ഉണ്ടായിരുന്ന കാലത്ത് UDFൻ്റെ കാലത്ത് ഇവർ ആരംഭിച്ചിട്ടുണ്ട്, ശരിയാണ്. ആരംഭിച്ചത് അനുമതിയില്ലാതെയാണ്. 2015 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അവിടെ പോയി ഒരു കല്ലിട്ടു പ്രസിഡന്റ്. കല്ലിട്ടപ്പോൾ നാട്ടുകാർ തടഞ്ഞപ്പോൾ മുന്നോട്ട് പോകാനായില്ല. എന്തുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ പറ്റാത്തത്? ശ്മശാന നിർമ്മാണത്തിന് ആവശ്യമായ ഒരു രേഖയും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും തടഞ്ഞു. ഇപ്പോഴും MV ഉൾപ്പെടെ ആൾ തടയാൻ ശ്രമിച്ചു. പിന്നെ ലീഗിൻ്റെ നേതാക്കൾ ചിലർ തടയാൻ ശ്രമിച്ചു. ഞങ്ങൾ തടസ്സത്തിന് നിന്നുകൊടുത്തില്ല. നിശ്ചയദാർഢ്യത്തോടെ ശ്മശാനം നടപ്പാക്കും എന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോയി. UDFൻ്റെ പുന്നയൂരിലെ എല്ലാ തർക്കങ്ങളെയും അതിജീവിച്ച് ഞങ്ങൾക്ക് നിർവഹിക്കാനായി. അതായത് അത് അന്നത്തെ ഭരണസമിതി പറയില്ല. അന്നത്തെ ഭരണസമിതിയിൽ ബഹുമാനപ്പെട്ട അസീസ് ഇല്ല. അന്നത്തെ ഭരണസമിതിയിൽ ശ്മശാന നിർമ്മാണത്തിന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയത് CPIM ആണ്. അവിടെ നടത്തിയ നിരവധി യോഗങ്ങൾ, ഞങ്ങൾ ഈ പൗരസമിതിയുമായി നടത്തിയ തർക്കങ്ങൾ അവിടെ പങ്കെടുത്തവർക്ക് ബോധ്യമാണ്. UDFൻ്റെ ഭരണസമിതിക്കില്ലാത്ത നിലപാട് ഞങ്ങളവിടെ പ്രഖ്യാപിക്കേണ്ടായി. പക്ഷേ മുന്നോട്ട് പോകാൻ UDF ഭയപ്പെട്ടു. UDFന് എന്താ വെച്ചാൽ ആ സീറ്റ് പിന്നീട് പിടിക്കണമെങ്കിൽ കുറച്ച് ആളുകൾ എതിർപ്പാകും എന്ന ഭയം കൊണ്ട് നടപ്പാക്കിയില്ല. ഞങ്ങളവിടെ വോട്ട് കുറഞ്ഞാലും ഒരാൾക്കും വാക്ക് കൊടുത്തിട്ടില്ല. ഞങ്ങൾ പൗരസമിതിയുടെ ആളുകളല്ല, പൗരസമിതിയുടെ ആളുകൾ ഇപ്പൊ അവിടെ മത്സരിക്കുന്നുണ്ട്. വളരെ വിചിത്രമായിട്ടുള്ള വാദമാണ് ഇപ്പോൾ പ്രസിഡന്റ് ശ്മശാനമായി ഉന്നയിച്ചത്.
ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ശ്മശാനവുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗത്ത് പഞ്ചായത്ത് ഭരണസമിതി വിളിക്കുന്ന യോഗത്തിൽ CPIM-നെ LDF-നെ പ്രതിനിധീകരിച്ച് പ്രസിഡന്റ് തന്നെ അന്ന് പങ്കെടുത്തിരുന്നു, സപ്പോർട്ട് അറിയിച്ചിരുന്നു. മറുഭാഗത്ത് അവിടെയുള്ള പൗരസമിതിക്ക് രഹസ്യമായി സപ്പോർട്ട് കൊടുത്തുകൊണ്ട് പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് 2020 അധികാരത്തിൽ വന്ന ഈ ഭരണസമിതിയുടെ ആദ്യ പദ്ധതിയിൽ 1 കോടിയിൽ പരം രൂപ ശ്മശാന നിർമ്മാണത്തിന് വേണ്ടി എന്തിനാണ് പഞ്ചവടിയിൽ വെച്ചത്. ഇവിടെ തന്നെ ഈ പദ്ധതി തുടരാനാണ് UDF 2014 തുടങ്ങി വെച്ച് അതിൻ്റെ പല നടപടിക്രമങ്ങളിലും മുന്നോട്ട് പോയി. പക്ഷേ ന്യൂനതകൾ ഉണ്ടായിരുന്നു. സ്ഥലവുമായി ബന്ധപ്പെട്ട് നഞ്ച തരംമാറ്റൽ ഉൾപ്പെടെയുള്ള അത്തരം ന്യൂനതകൾ ഉയർത്തി പ്രതിഷേധം ഉയർത്തിയതുകൊണ്ട്, പ്രതിഷേധം ഉയർത്തി എന്ന് പറയുമ്പോൾ പ്രാദേശികമായി ഉയർത്തിയെന്നല്ല, നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ഇതേ പ്രസിഡന്റ് അന്നത്തെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് തടസ്സങ്ങൾ ഉണ്ടായത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തോ അല്ലെങ്കിൽ പുന്നയൂരിലോ ഒരു ഭരണസമിതിയും കൊണ്ടുവരുന്ന ഒരു വികസന പ്രവർത്തനങ്ങളും ഞങ്ങൾക്ക് എതിര് നിന്ന അനുഭവമില്ല, ചരിത്രമില്ല, ഇനി അങ്ങനെ ഉണ്ടാകുകയില്ല. ആര് ചെയ്താൽ അല്ല ഇതൊന്ന് പറയാം. ഈ 2020-21 ഈ LDF ഭരണസമിതിക്ക് അവിടെ തന്നെ ശ്മശാനം തുടരാനായിരുന്നുവെങ്കിൽ എന്തിനാണ് പഞ്ചവടിയിലേക്ക് മാറ്റിയത്? പഞ്ചവടിയിൽ നടക്കാതെ വന്നപ്പോഴാണല്ലോ U-turn അടിച്ച് വീണ്ടും കൂട്ടുന്നത്. അത് ആ ധാരണയുടെ പുറത്താണ് പഞ്ചവടിയിലേക്ക് മാറ്റിയത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ഭരണസമിതിയുടെ ഇച്ഛാശക്തി ഒരു പദ്ധതി നിർവഹണത്തിന് വലിയ ഘടകമാണ്. LDF-ന്റെ ഭരണസമിതിക്ക് ഒരു പദ്ധതി നിർവഹിക്കാൻ അതിന് ഇച്ഛാശക്തി ഉണ്ടായി, അതുകൊണ്ട് ശ്മശാനം ഉണ്ടായി. അല്ല, ആയിക്കോട്ടെ, ഞാൻ പറയട്ടെ. ഞങ്ങൾ പഞ്ചവടിയിലേക്ക് ശ്മശാനം കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. 2021-ലും 2022-ലും 2023-ലും ശ്മശാനത്തിന് പദ്ധതിയുമില്ല. ഞങ്ങൾ പദ്ധതി വെക്കുന്നത് 2023, 24, 24, 25, 25, 26 3 ഘട്ടമായിട്ടാണ് അതിൻ്റെ നിർമ്മാണം നടക്കുന്നത്. കാരണം അംഗീകാരമില്ലാണ്ട്, ജില്ലാ കളക്ടറുടെ ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുമതി ഇല്ലാണ്ട് പദ്ധതി വെച്ചിട്ട് എന്താ കാര്യം? പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അനുമതി ഇല്ലാണ്ട് പദ്ധതി വെച്ചിട്ട് എന്താ കാര്യം? പിന്നെ നഞ്ച മാറ്റാണ്ട് പദ്ധതി വെച്ചിട്ട് എന്ത് കാര്യം? പദ്ധതിയില്ല, വെറുതെ ഒരു വാദം ഉന്നയിക്കുന്നു മാത്രമേ ഉള്ളൂ. 2015 മുതൽ 2015 മുതൽ 23 വരെ ശ്മശാനത്തിന് പദ്ധതിയില്ല. 23-ന് ശേഷമാണ് പദ്ധതി ഉണ്ടാകുന്നത്. ഞങ്ങളത് മനോഹരമായി നടപ്പാക്കിയിട്ടുണ്ട്. അത് ഈ ഭരണസമിതിയുടെ ഏറ്റവും ഉയർന്ന കാഴ്ചപ്പാടിൻ്റെ, പുന്നയൂരിലെ ഒരു വിഭാഗം ആളുകളുടെ ഏറ്റവും ഗൗരവപ്പെട്ട ഒരു പ്രശ്നം അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഞങ്ങൾ നടത്തിയ പോരാട്ടത്തിൻ്റെ വിജയമാണ് ആധുനിക വാതക ശ്മശാനം. പച്ചക്കള്ളമാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് പറയുന്നത്. 2020-21 അല്ല, ജനത്തിനും തീരുമാനിക്കാം, CCTVക്കും പരിശോധിക്കാം. 2020-21 ബഡ്ജറ്റ് കോപ്പി എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തിരക്കുകൾക്കിടയിലാണ് ഈ വാദത്തിലൂടെ വന്ന് പങ്കെടുക്കുന്നത്. എനിക്കത് എടുത്തുകൊണ്ടുവരാൻ സാധിച്ചില്ല. എൻ്റെ കയ്യിലാണ് ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്. CCTV വീക്ഷിക്കുന്ന ജനങ്ങൾക്ക് മുമ്പായി ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്. 2020-21 ബഡ്ജറ്റ് കോപ്പി എടുത്ത് പരിശോധിച്ചാൽ CCTVക്ക് അത് പരിശോധിക്കാം, ഞാൻ അയച്ചു തരാം. അത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ കാണാൻ സാധിക്കും 1 കോടിയിൽ പരം രൂപ പഞ്ചവടി ബീച്ചിൽ ശ്മശാന നിർമ്മാണത്തിന് വേണ്ടി എന്തിനാണ് വകയിരുത്തിയത്. ഇതിലെന്താ കാര്യച്ചാൽ അല്ല പോട്ടെ, സർക്കാരിനോ പഞ്ചായത്തിനോ സ്വന്തമായി സ്ഥലമില്ലാത്തൊരു സ്ഥലത്ത് ഒരു പദ്ധതി പ്രൊപ്പോസ് ചെയ്യാൻ പറ്റും? അല്ല, ബഡ്ജറ്റ് പറഞ്ഞിട്ടുണ്ടാവും, ശ്മശാനം നിർമ്മിക്കുന്നു പറഞ്ഞിട്ടുണ്ടാവും, അതുണ്ടാവും. ബഡ്ജറ്റ് ഞങ്ങളുടെ ആശയമാണല്ലോ, ഞങ്ങളുടെ ആശയം ഞങ്ങൾ വെച്ചിട്ടുണ്ടാവും. പഞ്ചായത്തിന് ഭൂമി ഇല്ലാതെ എങ്ങനെയാണ് ശ്മശാനം നിർമ്മിക്കാനാവുക? ഭൂമി വേണ്ടേ? ഒരു ശ്മശാന നിർമ്മാണത്തിന് ഇത്ര രൂപ പറയില്ലല്ലോ. അങ്ങനെ പറയാൻ സ്ഥലമില്ലാതെ, പഞ്ചായത്തിന്റെ കൈവശം സ്ഥലമില്ലാതെ എങ്ങനെയാണ് ശ്മശാനം? ഞങ്ങളെന്താണ് മുസ്ലിം? പഞ്ചവടി ബീച്ചില് പട്ടികജാതി വികസന വകുപ്പിൻ്റെ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നിർമ്മിക്കാനാണ് നേരത്തെ പൗരസമിതിക്ക് ശ്മശാനം ഇവിടെ നിന്ന് മാറ്റി കൊടുക്കുക എന്ന് പറഞ്ഞ ധാരണയുടെ ഭാഗമായി വോട്ട് വാങ്ങിയിട്ട് അധികാരത്തിൽ വന്നിട്ട് ഈ പഞ്ചവടി ബീച്ചിലെ പട്ടികജാതി വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള ഭൂമിയിൽ നിർമ്മിക്കാനായിരുന്നു LDF-ന്റെ ധാരണ. LDF ഭരണസമിതി ബഡ്ജറ്റിൽ അങ്ങനെ 1 കോടിയിൽ പരം രൂപ പഞ്ചവടി ബീച്ച് എന്ന് പരാമർശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ നിലവിലുള്ള സ്ഥലത്ത് ശ്മശാന നിർമ്മാണത്തിന് പിന്നെ ഫണ്ട് വകയിരുത്തിയതല്ല, പഞ്ചവടി ബീച്ചിൽ നിന്ന് പരാമർശിച്ചത് എന്തിനാണ്? ആ ശ്മശാനം നിർമ്മിക്കുന്നത് ഇല്ല, ശ്മശാനം നിർമ്മിക്കുന്നു പറഞ്ഞത് യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. അത് ജനങ്ങളുടെ മുമ്പിലുള്ളതാണ്. പഞ്ചവടി ബീച്ചിൽ പട്ടികജാതി വകുപ്പിന് ഒരു ഭൂമിയുമില്ല. അത് വസ്തുതാവിരുദ്ധമായ അഭിപ്രായമാണ്. പഞ്ചവടി ബീച്ചിൽ സർക്കാരിന് പുറമ്പോക്കുണ്ട്. പുറമ്പോക്കിന് ഇതുകൊണ്ട് നിർമ്മിക്കാൻ പറ്റില്ല. CRZ പരിധിയിൽ വരുന്ന സ്ഥലമാണ്, പുറമ്പോക്കാണ്.
അത് നടക്കില്ല എന്നുള്ള കാര്യം അറിയാലോ. ഓക്കെ, ഭൂമി സംബന്ധമായിട്ട് ഞാൻ വാദത്തിന് വേണമെങ്കിൽ അംഗീകരിക്കാം. എന്തിനാണ് ബഡ്ജറ്റിൽ പഞ്ചവടി ബീച്ച് എന്ന് പരാമർശിച്ചത്? അതിൻ്റെ ആവശ്യം എന്താ? 2014 UDF തുടങ്ങി വെച്ച ആ സ്ഥലം പഞ്ചായത്തിൻ്റെ അണ്ടറിലുള്ള സ്ഥലം അവിടെ ഉണ്ടായിരിക്കെ അതിൽ സാങ്കേതികമായിട്ടുള്ള കുറവുകളാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഉയർത്തിയിട്ടാണ് LDF തടസ്സപ്പെടുത്തിയത്. പക്ഷേ സ്ഥലം അവിടെ ഉണ്ടായിരിക്കെ, ഇപ്പം നിർമ്മിച്ചു കൊടുത്ത് അവിടെ സ്ഥലം ഉണ്ടായിരിക്കെ എന്തിനാണ് പഞ്ചവടി ബീച്ച് എന്ന് പരാമർശിച്ചത്? സ്ഥലം ഏതോ ആവട്ടെ, പട്ടികജാതി വകുപ്പോ അല്ലെങ്കിൽ പുറമ്പോക്കോ ഏതോ ആവട്ടെ, എനിക്ക് മനസ്സിലായി, ഒരിക്കലും കൊള്ളില്ല. ഞങ്ങൾക്ക് ആത്മാഭിമാനത്തോടെ കൂടെ പറയാൻ സാധിക്കും, 2014 ഞങ്ങൾ ഭരിക്കുന്ന സമയത്ത് ഞങ്ങൾ കൊണ്ടുവന്ന ആശയമാണ്, ഞങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചതാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഭരണസ്വാധീനം ഉപയോഗിച്ചിട്ട് അതിന് തടസ്സങ്ങൾ നിയമപരമായിട്ട് ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു, അതെ, ഇപ്പം നേരത്തെ പറഞ്ഞു സെക്രട്ടറിയെ മാറ്റുമ്പോൾ അത് കഴിവുകെട്ട ഭരണസമിതി ആയതുകൊണ്ടാണ് സെക്രട്ടറിയെ നിലനിർത്താൻ സാധിക്കാതെ. അത് ശുദ്ധ അസംബന്ധമല്ലേ? ഈ പഞ്ചായത്ത് ഭരണസമിതിയാണോ പഞ്ചായത്തിലേക്ക് സ്റ്റാഫിനെ നിശ്ചയിക്കുന്നത്? പഞ്ചായത്തിലേക്ക് സ്റ്റാഫിനെ നിശ്ചയിക്കുന്ന അവരാണോ? ഭരിക്കുന്ന ഗവൺമെൻറ്റാണ് സ്റ്റാഫിനെ പ്രൊവൈഡ് ചെയ്യുന്നതും സ്റ്റാഫിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതൊക്കെ ഭരിക്കുന്ന ഗവൺമെൻറ്റാണ്. ഭരിക്കുന്ന ഗവൺമെൻറ് പൊളിറ്റിക്കൽ പ്രഷർ ചെലുത്തിയിട്ട് എന്താ? ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പൊളിറ്റിക്കൽ പ്രഷർ ചെലുത്തിയിട്ട് എന്താ കാര്യം? ഈ ഘട്ടത്തിലാണ് കോടതി നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിച്ചു മുന്നോട്ട് പോകാൻ നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു ഭരണസമിതിക്ക് സാധിക്കണില്ലെങ്കിൽ അത് പരിഹരിക്കാൻ കോടതിയുണ്ട്. ഒരു സൂട്ടും കോടതിയിൽ ഇവർ പോയിട്ടില്ല. ഭരണസ്വാധീനം ഉപയോഗിച്ചിട്ട് പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനോട് ആവശ്യപ്പെടാനാണ് സാധിക്കുക. സർക്കാരിനോട് ആവശ്യപ്പെടുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDF സർക്കാരല്ല എന്ന് വിളിച്ചിരുന്നത്. LDF സർക്കാരിൻ്റെ അടുത്ത് UDF ഭരണസമിതി ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അത് നടപ്പിലാകാൻ നമ്മളെ യുക്തിക്ക് ചിന്തിക്കാമല്ലോ. എങ്ങനെയാണ് നടപ്പിലാവുക? പ്രത്യേകിച്ച് ഇവിടെ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ LDF മുന്നണി ഇവിടെ ഭരണ തടസ്സം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിവിധങ്ങളായിട്ട് മാത്രമല്ല പത്രങ്ങളൊക്കെ വെറുതെ എഴുതോ, വസ്തുത വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചാൽ പോലും പത്രങ്ങൾ വെറുതെ എഴുതോ. പിന്നെ സെക്രട്ടറി വാഴാത്ത പഞ്ചായത്ത് നിന്നായിരുന്നു പരാമർശം. മാത്രമല്ല സെക്രട്ടറിമാരെ മാറ്റിയെന്ന് മാത്രമല്ല, സെക്രട്ടറിമാരെ മാറ്റുമ്പോഴുള്ളൊരു വിഷയം നമുക്കറിയാം, ഇപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചറാണ്. ഒരാളങ്ങ് മാറി അടുത്ത ആൾ വരുമ്പോൾ അന്നത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് 20 പ്രവൃത്തി ദിവസമൊക്കെ ഡിജിറ്റൽ സിഗ്നേച്ചർ ശരിയായി വരാൻ വേണ്ടിയിട്ട് വരുമായിരുന്നു. അതാണ് ഭരണ പ്രസിഡന്റ് ഉണ്ടാക്കിയത്, അല്ലാണ്ട് പ്രസിഡൻഷിപ്പ് മാറ്റമല്ല. മാത്രമല്ല അന്നത്തെ സർക്കാർ ഉദ്യോഗസ്ഥരെ പുന്നയൂരിലേക്ക് പ്രൊവൈഡ് ചെയ്തിരുന്ന ഉദ്യോഗസ്ഥർ പല വിധത്തിലുള്ള ന്യൂനതകൾ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരായിരുന്നു അന്ന് പ്രൊവൈഡ് ചെയ്തത്. അത്തരത്തിൽ ഭരണപ്രതിസന്ധി ഉണ്ടാക്കാൻ വേണ്ടി വളരെ ആസൂത്രിതമായിട്ട് നേതൃത്വം കൊടുത്ത ഒരാളാണ്. അത് നിങ്ങൾ CCTVയുടെ ഒരു സംഘം പുന്നയൂർ പഞ്ചായത്ത് ഓഫീസ് സന്ദർശിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും ഇപ്പൊ അവിടുന്ന് ഓഫീസർമാർ തലമാറി പോകുമ്പോൾ സങ്കടപ്പെട്ടാണ് പോകുന്നത്, പുന്നയൂരിൽ നിന്ന് പോകുന്നതിന് തയ്യാറാവുന്നില്ല. പക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന പ്രധാന കാരണം എന്താ? ഉദ്യോഗസ്ഥർ നിൽക്കാതിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം UDF മനസ്സിലാക്കാഞ്ഞിട്ടല്ല, തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. ശ്രീ IP രാജേന്ദ്രനും ശ്രീ RP ബഷീറുമാണ് ഈ പഞ്ചായത്തിൻ്റെ ഭരണകാര്യങ്ങൾ പലപ്പോഴും കൈകാര്യം ചെയ്തിരുന്നത്. ഒരാളൊന്നു പറയും, മറ്റാൾ വേറൊന്നു പറയും, പ്രസിഡന്റ് ഇതിന് നിസ്സഹായമായി നിൽക്കും. അതെ, അങ്ങനെ തർക്കത്തിൻ്റെ തർക്കവും കാര്യം നിർവഹിക്കാൻ കഴിയാതെ വന്ന് വളരെ പ്രതിസന്ധിയിലായ ഉദ്യോഗസ്ഥർ അങ്ങോട്ട് പോവണ്ട എന്ന് തീരുമാനിക്കുന്ന നിലയായിരുന്നു യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. അല്ല, ഞങ്ങളുടെ അതിൽ ഇടപെട്ടില്ല. ഞങ്ങൾ എന്താ സെക്രട്ടറിമാരുടെ പണിയാണ്. പ്രസിഡന്റിന്റെ വാദം ആണെങ്കിൽ അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഭരണസമിതിയിൽ ഒരു അനേകം ഇല്ല എന്നാണല്ലോ. എന്തുകൊണ്ടാണ് ഇപ്പോഴും ഭരിക്കുന്ന LDF ഭരണസമിതി അല്ലേ, LDF സർക്കാരല്ലേ? ഒരുവിധ അംഗീകാരം പഞ്ചായത്തിന് നേടാൻ സാധിച്ചില്ലല്ലോ. ഞങ്ങളിപ്പോൾ പ്രസിഡന്റ് സൂചിപ്പിച്ച അനൈക്യം RP ബഷീറോ IP രാജേന്ദ്രനോ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കെ വിവിധ തരത്തിലുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ ആ ഭരണസമിതിക്ക് എങ്ങനെയാണ് സാധിക്കുക? നിലവിലെ ഭരണസമിതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സർക്കാരല്ലേ ഇതിൻ്റെയൊക്കെ പിന്നെ എന്താ പറയുക, ഇതിൻ്റെ ഒരു ഒബ്സർവേഷൻ നടത്തുന്നുണ്ടല്ലോ. ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അംഗീകാരം നേടാൻ സാധിച്ചോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഭരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ടല്ലോ. 2025 ഡിസംബർ മാസം 13 പുന്നയൂരിലെ ജനതയുടെ അംഗീകാരം നേടും. അത് ദിവാസ്വപ്നമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഇടയിലെ അനൈക്യം, തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച അനൈക്യം ഉണ്ടായിട്ടുള്ളത് വസ്തുതയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് LDF ഭരണസമിതി അധികാരത്തിൽ വന്നത്. അത് ഈ വരുന്ന 13-ാം തീയതി അതിൻ്റെ മാറ്റം ജനങ്ങൾക്ക് ബോധ്യമാവും.
പുന്നയൂർ പഞ്ചായത്തിലെ മുഴുവൻ സീറ്റുകളിലും UDF ജനപ്രതിനിധികൾ വിജയിച്ച് വരുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കും. LDFിനകത്ത് 21-ാം വാർഡിൽ ഉൾപ്പെടെ സ്ഥാനാർത്ഥി എന്നതിൽ വലിയ അനൈക്യമുണ്ടായി. അത് നിങ്ങൾ CCTV തന്നെ സന്ദർശിക്കണം. കാരണം ഞങ്ങൾ പൂർണ്ണമായും ചെയ്യാൻ കഴിഞ്ഞുള്ള അർത്ഥത്തിലല്ല, 40 ലക്ഷം രൂപയാണ് അതിന് ചെലവഴിക്കുന്നത്. അതിന് വീണ്ടും നമ്മൾ ഈ നിർമ്മിതികൾ നടത്തിയപ്പോഴാണ് ഇലക്ട്രോണിക് സിസ്റ്റം ഒക്കെ പിന്നെ ചുമരുകളുടെ ഈ മുകളിൽ സീലിംഗ് ഒന്നും ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നമാണത് അത് കണ്ടെത്തുന്നത്. സ്വാഭാവികമായിട്ട് അതിന് പണം അനുവദിച്ച് ഇപ്പം അതിൻ്റെ നിർമ്മാണത്തിലേക്ക് പോവുകയാണ്. അങ്ങനെയല്ലേ പരിഹരിക്കുക. അതിനും പണം ഈ ഭരണസമിതി വെച്ചിട്ടുണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ. അതിൻ്റെ അർത്ഥം അത് ഹൈടെക് ആയില്ല എന്നല്ലല്ലോ. ഹൈടെക് ആണ്. അതിനൊരു ചെറിയ അല്ല, ഇത് എല്ലാ കെട്ടിടവും അല്ല. അവിടെ ഏറ്റവും പഴയ ഒരു കെട്ടിടമുണ്ട്, ഒരു 3-4 ക്ലാസ് മുറിയുള്ള ഒരു പഴയ കെട്ടിടം. ചോർന്നൊലിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇയാൾ പറയുന്ന വാദത്തിനൊരു അടിസ്ഥാനമില്ല. നനവുണ്ട്, ചുമര് നനയുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള പ്രശ്നം ഇലക്ട്രോണിക് മെറ്റീരിയൽസ്, ഇപ്പോൾ ഈ പ്രൊജക്ടർ മറ്റു സാധനങ്ങളൊക്കെ പിടിപ്പിച്ചുള്ളിടത്ത് വെള്ളം നനവുണ്ടായാൽ അത് തകരാറാവാനിടയുണ്ട് എന്നൊരു വാദം ഈ മഴയുടെ ഘട്ടത്തിൽ നമ്മുടെ മുമ്പിൽ വന്നിരുന്നു. ഉടനെ നമ്മളതിന് പണം അനുവദിച്ച് അതിൻ്റെ മറ്റു നടപടികൾ നിർമ്മാണം 10 ലക്ഷം രൂപ ഇപ്പം അനുവദിച്ചിട്ടുണ്ട് ആ പ്രശ്നം തീർക്കാൻ. ആ പ്രശ്നം കൂടി തീരും. അതുകൊണ്ട് ഹൈടെക് അല്ല എന്ന് പറയാൻ കഴിയുമോ? ഹൈടെക് എന്ന് പറഞ്ഞാൽ ആധുനിക വിദ്യാഭ്യാസ സൗകര്യങ്ങൾ അടിസ്ഥാനം ഉണ്ടാവുക എന്നുള്ളതാണ്. അതവിടെ പൂർണ്ണമായി ഉണ്ട്. അദ്ദേഹം അത് പിന്നെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയ ഇടപെടലുകളെ കുറച്ച് കാണിക്കാൻ ഒരു വാദം എന്നതിനപ്പുറത്തൊന്നുമില്ല. മൊന്നലാന്ന് സ്കൂളുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായിട്ട് നിരന്തരം ഇടപെടുന്ന ഒരാളാണ് ഞാൻ. അവിടെ 4 കെട്ടിടങ്ങളാണുള്ളത്. അതിൽ ഈ 4 കെട്ടിടങ്ങളിൽ 2 കെട്ടിടം പൂർണ്ണമായിട്ടും ചോർന്നൊലിക്കുന്ന അവസ്ഥയാണ്. ഒരു കെട്ടിടം അപ്സ്റ്റെയറിലെ കെട്ടിടത്തിൻ്റെ ഷീറ്റാണ്, മുകളിൽ ഷീറ്റാണ് ട്രസ് ചെയ്തിട്ടുള്ള. ആ ട്രസ്സിൻ്റെ ചോർച്ച മാറ്റാതെ, അതുപോലെ തന്നെ മറ്റൊരു കെട്ടിടം ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ ഉള്ളൂ. അത് മഴക്കാലത്ത് നിങ്ങൾ വന്ന് പരിശോധിക്കണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഞാൻ അവിടുത്തെ റിപ്പോർട്ടറെ അടുത്തത് സൂചിപ്പിച്ചിരുന്നു, അവരത് എന്തോ വിട്ടുപോയതാണ്. മഴക്കാലത്ത് വന്നാൽ കാണാൻ സാധിക്കും അത് തീർത്തും ചോർന്നൊലിക്കുകയാണ്. ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വീഴ്ച അവിടെ ഉണ്ടായിരിക്കുക, അത് പരിഹരിക്കാതെ ഹൈടെക് വൽക്കരിച്ചു എന്ന് പറയുന്നതിൻ്റെ വാദം എന്താണ്? ഹൈടെക് വൽക്കരിച്ചു, അവിടെ പ്രോജക്ടർ വെച്ചിട്ടുണ്ട്. ഞാൻ ചെയ്ത കാര്യത്തെ അംഗീകരിക്കുന്നു. അവിടെ പ്രോജക്ടർ വെച്ചിട്ടുണ്ട്, പിന്നെ സ്മാർട്ടായിട്ട് പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ പലതും അവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷെ UDF ഗവൺമെൻറ് ആണല്ലോ അവിടെ ഈ സ്കൂളിന് കെട്ടിടവും കാര്യങ്ങളൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ കാലാനുസൃതമായിട്ട് കൊണ്ടുവന്ന സൗകര്യങ്ങളൊക്കെ UDF ഭരണസമിതി തന്നെയല്ലേ. അവിടെ കൂടുതൽ ഭരിച്ചിട്ടുള്ളത് UDF ആണ്, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അവിടെ ഒന്നുമില്ലായ്മയിൽ നിന്ന് നമുക്കറിയാലോ, കേരള രൂപീകരണത്തിന് ശേഷം പൊതുവെ പഞ്ചായത്ത് തലങ്ങളിലൊക്കെ അവസ്ഥ എന്തായിരുന്നു? അതിൽ നിന്ന് ഒന്നുമില്ലായ്മയിൽ നിന്ന് അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയ കുതിച്ചുചാട്ടം കൊണ്ടുവന്നത് UDF തന്നെയാണല്ലോ. അതിൻ്റെ ശേഷമുള്ള അതായത് 4 കെട്ടിടങ്ങളിൽ 2 കെട്ടിടം മുകളിൽ ഷീറ്റിട്ട് ഒരു കാരണവശാലും ചോരാൻ സാധ്യതയില്ലാത്തതാണ്, ചോരുന്നില്ല. മറ്റൊന്ന് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിന് കീഴിൽ കൊണ്ടുവന്ന കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടമാണ്, അതും ചോരുന്നില്ല. ബഹുമാനപ്പെട്ട അസീസിൻ്റെ വാർഡിൽ കുട്ടികൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിലും കരുതണം. ഒരു കെട്ടിടം ഏറ്റവും പടിഞ്ഞാറ് സൈഡിൽ ഒരു കെട്ടിടം ചെറിയ നനവുണ്ട്, അത് പരിഹരിക്കാനുള്ള പണം ഞങ്ങൾ വെച്ചിട്ടുണ്ട്. സ്മാർട്ട് അംഗൻവാടികൾ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളോടും കൂടിയാണ് സ്മാർട്ടാകുന്നത്. ഡിപ്പാർട്ട്മെൻറ്റാണ് സ്മാർട്ടാണെന്ന് പറയുന്നത്, ഞങ്ങളല്ല. അതിൽ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അടിസ്ഥാന എല്ലാറ്റിലുമല്ല, 13 എണ്ണം 33 അംഗൻവാടികളിൽ 13 അംഗൻവാടികൾ മാത്രമാണ് ഇതുവരെ സ്മാർട്ട് അംഗൻവാടികളാക്കി മാറ്റിയിട്ടുള്ളത്. അതെല്ലാം അടിസ്ഥാന സൗകര്യമുള്ളതാണ്. തീർച്ചയായിട്ടും മന്നലാന്ന് സ്കൂളിലെ കുട്ടികൾ ഈ വാർത്ത കാണുന്നുണ്ടെങ്കിൽ അവർ കൈയടിക്കുന്നുണ്ടാവും. കാരണം അവരുടെ ഒരു ന്യായമായ ആവശ്യത്തോട് പുറംതിരിഞ്ഞ് നിന്ന ഒരു ഭരണസമിതിക്കെതിരെ ഞാൻ ശബ്ദിച്ചു എന്നുള്ള രീതിയിൽ അവർ കൈയടിക്കും. അവിടെ മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ CCTVക്കും ആർക്കും വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും കുട്ടികൾ അതിൻ്റെ അനുഭവസ്ഥരാണ്. രാവിലെ മഴക്കാലത്ത് അവിടുത്തെ ജീവനക്കാരിയുടെ ഒരു ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തളത്തിൽ കെട്ടി നിൽക്കുന്ന വെള്ളം അടിച്ച് കളയുക, ആ വെള്ളം ഒഴിവാക്കുക എന്നുള്ളതാണ് അവിടുത്തെ ജീവനക്കാരുടെ അവസ്ഥ. അത് അവിടുത്തെ കുട്ടികളുടെ അനുഭവസ്ഥരാണ്. പിന്നെ ഇവിടെ ഇരുന്നിട്ട് അവിടെ അതൊരു ചെറിയ കാര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കുമോ? സ്കൂളിൽ വരുന്ന ആരെങ്കിലും അത് അംഗീകരിക്കുമോ? അതൊക്കെ അദ്ദേഹം തെറ്റായി വർത്തമാനം പറയുന്നതാണ്. മാത്രമല്ല ഞങ്ങൾ ഈ കുറഞ്ഞ കാലത്തല്ലേ വന്നുള്ളൂ, ഇതിൻ്റെ മുമ്പ് ഇവരുണ്ടായിരുന്നല്ലോ. അവിടെ ചോർച്ച ഉൾപ്പെടെയുള്ള അടിസ്ഥാന പ്രശ്നങ്ങളൊന്നും പരിഹരിച്ചില്ലല്ലോ. ഞങ്ങൾ വന്നിട്ടാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. അപ്പോൾ കുട്ടികൾക്ക് നല്ല ബോധ്യമുണ്ട്, രക്ഷിതാക്കൾക്കും ബോധ്യമുണ്ട്, നാടിനും ബോധ്യമുണ്ട് ഞങ്ങൾ ചെയ്ത പ്രവൃത്തികളെ സംബന്ധിച്ച്.
അല്ല, ഈ ചോർന്നൊലിക്കുന്ന കെട്ടിടം പ്രധാനമായിട്ടും ചോർന്നൊലിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോർ മാത്രമുള്ള കെട്ടിടം, അതെൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2005-10 കാലഘട്ടത്തിൽ പണിതാണെന്നാണ് എൻ്റെ ഓർമ്മ. അത് ഇത്രയും കാലം ചോർന്നില്ല. കാലപ്പഴക്കം കൊണ്ട് സ്വാഭാവികമായിട്ടും വരുന്ന ചോർച്ചയാണ്. കെട്ടിടങ്ങൾ ഇപ്പോൾ നമുക്കറിയാം, പുതിയ കെട്ടിടം പണിതാൽ തന്നെ ചോരുന്ന ഒരു അവസ്ഥയാണ്. അതേപോലെ തന്നെ മറ്റൊരു കെട്ടിടം ട്രസ് ചോരുന്ന കാര്യം പറഞ്ഞു. ഈ ട്രസ് 2015-20 കാലഘട്ടത്തിൻ്റെ തുടക്കഘട്ടത്തിലാണ് ആ ട്രസ് ചെയ്തത്. അതും കാലപ്പഴക്കം കൊണ്ട് വരുന്ന ചോർച്ചയാണ്. സ്വാഭാവികമായിട്ടും ബീച്ച് പ്രദേശമാണ്, കടൽ പുളിക്കാറ്റ് ഡയറക്റ്റ് ഏൽക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് ട്രസ്സിന് പെട്ടെന്ന് എന്താ പറയുക, തുരുമ്പ് വരാം. അതുകൊണ്ട് വന്ന ചോർച്ചയാണ്. അത് പരിഹരിക്കാതെ ഹൈടെക് വൽക്കരിച്ചു എന്ന് പ്രഖ്യാപനം നടത്തിപ്പോയി എന്നാണ് ഞാൻ ഉന്നയിച്ചത്. അത് അവിടുത്തെ അടിസ്ഥാന സൗകര്യം പരിഹരിക്കാത്തതായിട്ട് ഇപ്പോഴും അവിടെ കിടക്കുന്നതാണ്. അങ്കണവാടിയുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അങ്കണവാടി LDF ഭരണസമിതിയുടെ ഈ കാലയളവിൽ പല അങ്കണവാടിക്കും MP-യുടെയും TM പ്രതാപൻ MP-യുടെയും NK അക്ബർ MLA-യുടെയും ഫണ്ടിൽ കെട്ടിടങ്ങൾ വന്നിട്ടുണ്ട്. അത് ഞാൻ അംഗീകരിക്കുന്നു. അതിൻ്റെ മുന്നേ ചുരുക്കം കെട്ടിടങ്ങളല്ലേ വന്നിട്ടുള്ളൂ. അതിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന 33 അങ്കണവാടിയിൽ 11 എണ്ണത്തിനാണ് മുൻകാലങ്ങളിൽ സ്ഥലവും കെട്ടിടം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി 21 എണ്ണത്തിന് സ്ഥലം എടുത്തത് UDF ഭരണസമിതിയാണ്. 8 എണ്ണത്തിന് കെട്ടിടം ഉണ്ടാക്കിയത് UDF ഭരണസമിതിയാണ്. ബാക്കി വന്നത് ഈ നിലവിലെ ഭരണസമിതി ചെയ്തിട്ടുണ്ട്. അത് അംഗീകരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെയ്ത കാര്യത്തെ അംഗീകരിക്കുന്നതിൽ യാതൊരു മടിയില്ല. പക്ഷേ അല്ല, UDF-ന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ എന്ത് രേഖയാണ് ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല. നമുക്ക് സറണ്ടർ ചെയ്തൊരു ഭൂമി, സറണ്ടർ ചെയ്ത ആളുകൾ മരിച്ചു പോയാൽ പിന്നെ അതിന് ഡോക്യുമെന്റ് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് മനസ്സിലായില്ല. പൊതുവിഭാഗത്തിൽ ലഭിക്കേണ്ട ഈ നഷ്ടപരിഹാരം ബോധപൂർവം അല്ലെങ്കിൽ അലംഭാവം കൊണ്ട് നഷ്ടപ്പെടുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഉത്തരവാദി UDF ആണ്. ഈ രേഖകൾ ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. ഞാൻ 13 പേരിൽ നിന്ന് പുന്നയൂരിൽ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് ഭൂമി വാങ്ങി, പല നിലയിൽ സംഭാവനയായി വാങ്ങി. ആ ഭൂമിയുടെ രേഖ ഇപ്പം ഞാൻ ചോദിച്ചാൽ അങ്ങോട്ട് തരാം, എൻ്റെ കയ്യിലുണ്ട്. എന്തേ ഈ ആശുപത്രിയുടെ രേഖ കിട്ടാത്തത്? ആശുപത്രിക്ക് രേഖയില്ല. ആശുപത്രിക്ക് രേഖ ഇല്ലാണ്ടായതിന് ഉത്തരവാദി ഈ പറയുന്ന ബഹുമാനരായിട്ടുള്ള ആളുകളാണ്. പഴയ കാലത്ത് നേരത്തെ പറഞ്ഞു ഭൂമി വാങ്ങിയത് ഗൾഫിൽ പോയിട്ട് കാശ് പിരിച്ചത് അല്ല. ആ ഗൾഫിൽ പോയി കാശ് പിരിച്ചത് അവിടെ പുതിയ കെട്ടിടം നിർമ്മിക്കാനാണ്. അവിടെ ഒരു കെട്ടിടം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ള OP ബ്ലോക്ക്. ആ ബ്ലോക്ക് പല കാരണങ്ങളാൽ തടസ്സം വന്നു. അത് പൂർത്തീകരിക്കാൻ തീരുമാനിച്ചു. ബഹുമാനപ്പെട്ട അന്തരിച്ചു പോയ ശ്രീ K. ബക്കർ സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഒരു സംവിധാനം ഉണ്ടാക്കി. ഗൾഫിൽ പോയി കാശ് പിരിച്ചു. അത് കുറേയേറെ പണികൾ അവർ പൂർത്തീകരിച്ചു. അതിനുവേണ്ടിയാണ് കാശ് പിരിച്ച്, ഭൂമി മേടിക്കാൻ വേണ്ടിയില്ല. ഭൂമി 78-ലാണ് നമുക്ക് ലഭിക്കുന്നത്, ഇപ്പോഴല്ല. നഷ്ടപരിഹാരം ട്രഷറിയിൽ കിടക്കുന്നു. നമുക്ക് നമ്മുടെ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ കിട്ടൂ. അത് ഭൂമിയുടെ കാര്യത്തിൽ രേഖ ഓൾറെഡി പക്ക ആധാരം കൊടുക്കാൻ കഴിയണം. നമ്മുടെ കയ്യിൽ ആധാരമില്ല. ഇതൊന്ന് പഞ്ചായത്തിന് സബ്മിറ്റ് ചെയ്ത ഭൂമിയല്ല, ഇത് അന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് സബ്മിറ്റ് ചെയ്ത ഭൂമിയാണ്. പഞ്ചായത്തിനല്ല അത് കൊടുത്തിട്ടുള്ളത്. ഹെൽത്തിൽ അതുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും രജിസ്റ്റർ ഓഫീസിലോ ഹെൽത്തിലോ ഇല്ല, പഞ്ചായത്തിലും ഇല്ല. കിട്ടില്ല, കാരണം അത് സറണ്ടർ. പ്ലീസ് പറയട്ടെ. 2, അയാൾ പറഞ്ഞത് കെട്ടിടങ്ങൾക്ക് നഷ്ടമുണ്ടല്ലോ. ഈ കെട്ടിടങ്ങളുടെ സർക്കാരിൻ്റെ റൂളുണ്ട്. പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു കെട്ടിടത്തിനും സർക്കാർ നഷ്ടപരിഹാരം തരില്ല. എന്തുകൊണ്ട്? പ്ലാൻ ഫണ്ട് എന്ന് പറഞ്ഞാൽ സർക്കാർ തരുന്ന ഫണ്ടാണ്. അതിന് നഷ്ടപരിഹാരം കിട്ടുമെന്ന് പറഞ്ഞാൽ എവിടെയും കിട്ടില്ല. തനത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങൾക്ക് മാത്രമേ നഷ്ടപരിഹാരം കിട്ടൂ. ഈ 3 കെട്ടിടവും പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചതായതുകൊണ്ട് നമുക്ക് നഷ്ടപരിഹാരം കിട്ടില്ല. അത് സർക്കാരിൻ്റെ ഉത്തരവിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അത് നമ്മൾ എന്ത് ചെയ്താലും കിട്ടില്ലല്ലോ. ഓക്കെ. ഈ എടക്കഴിയൂർ കുടുംബാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് സ്ഥലം എൻ്റെ ഓർമ്മയിൽ, എൻ്റെ അറിവിൽ അങ്ങനെയാണ്, സ്ഥലത്തിന് വേണ്ടിയിട്ട് ഗൾഫിൽ പോയി പിരിവെടുത്തു എന്നാണ്. ഇനിയിപ്പോൾ പോട്ടെ, സ്ഥലത്തിന് വേണ്ടിയല്ല, ഇനിയിപ്പോൾ കെട്ടിടത്തിന് വേണ്ടി സർക്കാരിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നാട്ടിൽ നിന്ന് പിരിവെടുത്തിട്ടടക്കം നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക്, പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ് മുൻകാല ഭരണസമിതികളെന്ന് അതിൽ നിന്ന് വ്യക്തമാണല്ലോ. പ്രസിഡന്റ് അത് പറഞ്ഞു. കെട്ടിടവും സ്ഥലം എന്തോ ആവട്ടെ, അതിന് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം, ഒരു സ്ഥലത്തിൻ്റെ പഞ്ചായത്തിൻ്റെ ആസ്തിയിലുള്ള സ്ഥലമാണല്ലോ. പഞ്ചായത്തിന് അത് സറണ്ടർ ചെയ്തോ, അതിൻ്റെ സാങ്കേതികത്വം മാറ്റിവെക്കാം. പഞ്ചായത്തിൻ്റെ ആസ്തിയിലുള്ള ഏത് ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടിയ ഭൂമിയായാലും പഞ്ചായത്തിൻ്റെ ആസ്തിയിലുള്ള ഒരു സ്ഥലത്ത് നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സ്വകാര്യ സ്ഥലവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പറയുന്നത്. സ്ഥലവുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ നമ്മുടെ സ്വകാര്യ ഭൂമി, നമ്മുടെ ആധാരം നഷ്ടപ്പെട്ടു. ആധാരം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് വീണ്ടെടുക്കാൻ സാധിക്കില്ലേ? ഒരു സാധാരണ ഒരു വ്യക്തി ആധാരം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന് വീണ്ടെടുക്കാനുള്ള പ്രൊസീജിയർ ഉണ്ടല്ലോ.
അത് വില്ലേജുമായി ബന്ധപ്പെട്ടും രജിസ്റ്റർ ഓഫീസുമായി ബന്ധപ്പെട്ടും അതിൻ്റെ രേഖകൾ എടുക്കാൻ സാധിക്കുമല്ലോ. അങ്ങനെ എടുത്തതാണല്ലോ എടക്കഴയൂർ ജുമാ മസ്ജിദ് പള്ളി കമ്മിറ്റി പള്ളി സ്കൂളിൻ്റെ നഷ്ടപ്പെട്ട സ്ഥലത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പള്ളി കമ്മിറ്റിക്ക് അല്ലെങ്കിൽ ഒരു സാധാരണ വ്യക്തിക്ക് പോലും നഷ്ടപ്പെട്ട ആധാരം വീണ്ടെടുക്കാൻ സാധിക്കുമ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്ക് MLA സാന്നിധ്യം ഉണ്ടായിട്ട് പഞ്ചായത്ത് LDF ഭരണസമിതി ഉണ്ടായിട്ട് വീണ്ടെടുക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും കഴിവുകേടാണ് ഭരണസമിതിയുടെ, ഒരു തർക്കവുമില്ല. രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, അവിടെ ഇപ്പോൾ കെട്ടിടത്തിന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയില്ല എന്ന് പറഞ്ഞു. പല പഞ്ചായത്തുകൾക്കും കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല കെട്ടിടം പൊളിച്ചു മാറ്റാൻ വേണ്ടി ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം. ഇത് തളിക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ കെട്ടിടങ്ങൾ, ഇതിൽ 2-3 ടെൻഡർ ക്ഷണിച്ച നോട്ടീസുകളാണ്. തളിക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ പിന്നെ NH-ന് സ്ഥലം നഷ്ടപ്പെട്ട ഭാഗത്ത് ഉണ്ടായിരുന്ന കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ടെൻഡർ ക്ഷണിച്ച നോട്ടീസാണ്. ഒരു ടെൻഡറെങ്കിലും അവിടെ പൊളിച്ചു മാറ്റിയ കെട്ടിടത്തിൻ്റെ പൊളിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ടെൻഡറെങ്കിലും കാണിക്കാൻ സാധിക്കുമോ? ഞങ്ങളിതുമായി ബന്ധപ്പെട്ട് ചാവക്കാട് പോലീസിൽ പരാതി നൽകി. ഞങ്ങൾ പരാതി നൽകിയപ്പോൾ ചാവക്കാട് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ പിന്നെ വെള്ള ടാങ്ക് മാത്രം പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 3,50,000 രൂപക്കാണ് ഞാനത് എടുത്തതെന്ന് അത് പൊളിച്ചു മാറ്റിയ ആൾ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ അലംഭാവം കൊണ്ട് പഞ്ചായത്തിന് ലഭിക്കേണ്ട കോടികളാണ് നഷ്ടപ്പെടുത്തിയത്. ഇതിൽ ഈ ആധാരം വീണ്ടെടുത്തു എന്ന് പറഞ്ഞാൽ ആധാരം നഷ്ടപ്പെട്ടാൽ വീണ്ടെടുക്കാൻ പറ്റും. അതാർക്കാ പറ്റാത്തത്? ആർക്കും പറ്റും. ഇവിടെ ആധാരം ഇല്ല. ഇവിടെ ഉള്ളത് സറണ്ടർ ഫോർ എന്ന് പറയും. ഭൂമി ഞാൻ അയാൾക്ക് തന്നിരിക്കണു എന്ന് പറഞ്ഞൊരു കടലാസ് ഒപ്പിട്ട് കൊടുക്കുകയാണ്. അത് സറണ്ടർ ഫോറാണ്, അത് ഡോക്യുമെൻ്റ് അല്ല. എൻ്റെ സമ്മതത്തോടെ ഞാൻ ഈ ഡിപ്പാർട്ട്മെൻറ്റിന് ഭൂമി കൊടുത്തിരിക്കണു എന്നൊരു ആ ഭൂമി സറണ്ടർ ചെയ്യുന്നു. ഇത് രേഖയല്ല. അങ്ങനെ ആ സറണ്ടർ ഫോറം വെച്ച് ആസ്തിയിൽ കയറ്റാൻ പറ്റും, ആസ്തിയിൽ സറണ്ടർ ഇല്ലെങ്കിലും കയറ്റാൻ പറ്റും. പക്ഷേ ദേശീയപാത ചോദിക്കുന്നത് ആധാരമാണ്. ആധാരം നമുക്കില്ല. ആധാരം ഉണ്ടാക്കാതിരുന്നതാണ് അതിൻ്റെ കുറ്റം. അത് അന്ന് ചെയ്യേണ്ടിയിരുന്നവർ ചെയ്തില്ല എന്നുള്ളതാണ് പ്രശ്നം. മറ്റൊന്ന്, ഈ കെട്ടിടം ഞങ്ങൾ ദേശീയപാതക്ക് പൂർണ്ണമായും ദേശീയപാത അക്വയർ ചെയ്ത ഭൂമിയും കെട്ടിടവും അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ പൊളിക്കുന്നതും മറ്റ് നടപടികൾ സ്വീകരിക്കുന്നതും എല്ലാം ദേശീയപാതയാണ്. ഞങ്ങൾ പിന്നെ അതിൽ ഇടപെട്ടിട്ടില്ല. അതുകൊണ്ട് അതിന് പണം മേടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയുന്ന കാര്യമല്ല. സമയപരിധിയുടെ ഇടപെടെയാണ്. നമ്മൾ ചർച്ചയുടെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ LDF എത്രമാത്രം വിജയപ്രതീക്ഷയുണ്ട്? കഴിഞ്ഞ തവണ നേടിയ ആ വിജയം അത് ആകസ്മികമല്ല, ഞങ്ങൾ തുടർച്ചയായും ഈ ഭരണത്തിലേക്ക് കടന്നു വരും. എത്ര സീറ്റിൽ വിജയിക്കാൻ സാധിക്കുമെന്നൊരു കോൺഫിഡൻസ് LDF-നുണ്ട്. ആകസ്മികമല്ല എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയ കെട്ടുറപ്പോടെ നടത്തിയ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് 12 സീറ്റ് കിട്ടിയത്. അത് ആരുടെയെങ്കിലും ഔദാര്യമായിട്ട് കിട്ടിയല്ല, ജനങ്ങളുടെ ഔദാര്യം കൊണ്ട് കിട്ടിയതാണ്. UDF-ൻ്റെ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടിയതാണ്. ഇപ്പോൾ ഞങ്ങൾ കേവല ഭൂരിപക്ഷത്തിൽ, മികവാർന്ന ഭൂരിപക്ഷത്തിൽ പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് തിരിച്ച് അധികാരത്തിൽ വരും. പുന്നയൂരിലെ വികസന തുടർച്ച ഉണ്ടാകണം എന്ന് പുന്നയൂരിലെ ഐക്യജനാധിപത്യ മുന്നണിയിലെ തന്നെ ഒരു വൻ ജനം ആഗ്രഹിക്കുന്നു. അങ്ങനെ പുന്നയൂരിലെ ജനത നല്ലപോലെ ആഗ്രഹിക്കുന്നുണ്ട്. കേവല ഭൂരിപക്ഷത്തോടെ, മികവുറ്റ ഭൂരിപക്ഷത്തോടെ LDF അധികാരത്തിൽ വരും. ഇല്ല. ഈ സംവാദം സമയം പരിമിതമാണ് എന്നുള്ളത് കൊണ്ട് പല കാര്യങ്ങളും എനിക്ക് പറയാൻ സമയം കിട്ടാതെ പോയിട്ടുണ്ട്. അഴിമതിയുടെ കൂത്തരങ്ങാണ് ഈ ഭരണസമിതിയുടെ കാലയളവിലുണ്ടായിട്ടുള്ളത്. പഞ്ചായത്തിലേക്ക് ദേശീയപാതയിൽ നിന്ന് വന്നു ചേരുന്ന പ്രധാന റോഡ് ഒറ്റേനി ആക്കിപ്പറമ്പ് റോഡ്, അതിൻ്റെ ടാറിങ് കഴിഞ്ഞ് ദിവസങ്ങൾക്കകം 42 ദിവസം ആകുമ്പോഴേക്ക് അത് പൊളിഞ്ഞ് നാശമായി വിജിലൻസിൻ്റെ അന്വേഷണം നേരിടുകയാണ്. പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്ന് നീലങ്കടവ് റോഡ് 1 കോടിയിൽ പരം രൂപ ചെലവഴിച്ചിട്ട് നിർമ്മാണം നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം അത് ചെന്ന് കയറുന്ന തമ്പുരാമ്പാടി മുതൽ അയിരൂർ വരെയുള്ള റോഡിന് പിന്നെ അതിൻ്റെ റബ്ബറൈസർ റോഡ് BMBC ചെയ്തിട്ട് അത് പിന്നെ ഡ്രെയിനേജോട് കൂടി വന്നിട്ട് എത്ര ചിലവ് വന്നിട്ടുണ്ടെന്ന് പരിശോധിച്ചാൽ ഇതിൽ അഴിമതി വ്യക്തമാവും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് പിന്നെ UDF-നിടയിലെ ചെറിയ അനൈക്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഭരണം നഷ്ടപ്പെട്ടത്. അല്ലാതെ LDF ഭരണസമിതിയുടെ മുന്നണിയുടെ മേന്മ കൊണ്ടൊന്നുമല്ല. തീർച്ചയായിട്ടും തിരിച്ചു പിടിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പല തെരഞ്ഞെടുപ്പുകളും കഴിഞ്ഞ കാലത്തെ പല തെരഞ്ഞെടുപ്പുകളിലും ഞങ്ങൾക്കിടയിൽ റിബൽ ഭീഷണികളുണ്ടായിരുന്നു, റിബൽ സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. ഒരൊറ്റ വാർഡിൽ പോലും ഇത്തവണ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം റിബലില്ല. മാത്രമല്ല അത് ഞങ്ങൾ വസ്തുതാപരമായിട്ട് പറയാം. പിന്നെ മന്നലാങ്കുന്ന് ബ്ലോക്ക് ഡിവിഷനിൽ, ചാവക്കാട് ബ്ലോക്കിലെ മന്നലാങ്കുന്ന് ഡിവിഷനിൽ LDF പിന്നെ ബ്ലോക്ക് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി
നിങ്ങളെടുത്ത് പരിശോധിക്കുക, നാമനിർദ്ദേശ പത്രിക പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും. എല്ലാ സീറ്റുകളിലും LDF ഡമ്മി സ്ഥാനാർത്ഥികൾ നിർത്തി. UDF ഒക്കെയാണ് ഡമ്മി നിർത്താതൊക്കെ അങ്ങനെ സംഭവിക്കും. LDF വളരെ കൃത്യമായി നോമിനേഷൻ പ്രോസസ്സ് ചെയ്യുന്ന ഒരു മുന്നണിയാണ്. അവിടെ ഡമ്മി ഇല്ലാതെ ആ പത്രിക തള്ളി. തീർച്ചയായിട്ടും BJPയുമായി ഉണ്ടാക്കിയ ധാരണയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. LDF അതായത് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് CPMന്റെ പത്രിക തള്ളിച്ച്. പത്രിക തള്ളി എന്ന് പറയുമ്പോൾ പിന്നെ 21-ാം വാർഡിലെ CPMന്റെ അവിടുത്തെ ഒരു പ്രമുഖ നേതാവ് ആ വാർഡിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചു. പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു എതിർ ടീം പുന്നൂർ പഞ്ചായത്തിലുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ആ എതിർ ടീമിൻ്റെ ഒരു പ്രതിനിധിയായിട്ടുള്ള ആൾക്ക് അയാളുടെ ഭാര്യയെ നിർത്തി, അയാളുടെ ഭാര്യയെ കരുവാക്കി നിർത്തിയിട്ട് പത്രിക തള്ളിച്ചിട്ട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് BJPക്ക് വോട്ട് നൽകി. BJPക്കും പിന്നെ STPക്കും UDFനും മാത്രമേ അവിടെ കാൻഡിഡേറ്റ് ഉള്ളൂ. അവിടെ ഇപ്പോൾ UDFന് LDF പിന്നെ BJPക്കും STPക്കും മാത്രമേ ഒന്നാമത്തെ ഡിവിഷനിൽ സ്ഥാനാർത്ഥിയുള്ളൂ. അവിടെ BJPക്ക് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വോട്ട് നൽകി പഞ്ചായത്തിലേക്ക് BJPയുടെ മുഴുവൻ വോട്ടും സമാഹരിക്കാനുള്ള ധാരണയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. ഞങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ ഒരു അനൈക്യമില്ല, ഒരു റിബലും ഇല്ല. അതേ സമയത്ത് LDFനെ സംബന്ധിച്ചിടത്തോളം സാധാരണ വളരെ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഒരു മുന്നണിയാണ്. ഇത്തവണ അവിടെ 21-ാം വാർഡിൽ 2 സ്ഥാനാർത്ഥികളെ നേരത്തെ തീരുമാനിച്ചു, അത് മാറ്റി 3-ാമത്തെ ആളെ പ്രഖ്യാപിച്ചു, അതും മാറ്റി ഇപ്പോൾ 4-ാമത്തെ ആളാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നത്. അവിടെ നല്ല അനൈക്യം ആ വാർഡിൽ മാത്രമല്ല പലയിടത്തുണ്ട്. മാത്രമല്ല ഈ പിന്നെ അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ പറയാണ്, ഒരു തവണ കൂടി TV സുരേന്ദ്രൻ പഞ്ചായത്ത് പ്രസിഡന്റായി കഴിഞ്ഞാൽ അവിടെ CPM ഇല്ലാതെയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അധികാരം കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യവും ധിക്കാരവും മൂലം പാർട്ടിക്കാരെ പോലും വെറുപ്പിച്ചു. ഇപ്പം പ്രതിപക്ഷത്തെ അംഗമാണ് ഞാൻ. പ്രതിപക്ഷത്തെ അംഗങ്ങൾ ഞങ്ങളെ അവഗണിക്കാൻ വേണ്ടി അവഗണന നേരിട്ട ആളുകളാണ് LDFന്റെ ജനപ്രതിനിധികൾ. ഒരു LDF പിന്നെ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഹീം വീട്ടിപ്പറമ്പിൽ അദ്ദേഹം നൽകിയ ഫണ്ട് കൊടുത്ത് നടന്ന പ്രോജക്റ്റിൽ പോലും അതിൻ്റെ ഉദ്ഘാടന പരിപാടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തെ അവഗണിച്ചതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പുന്നൂർ പഞ്ചായത്തിൻ്റെ വികസന സെമിനാറിൽ 200-ൽ പരം ആളുകൾ പങ്കെടുത്ത വികസന സെമിനാറിൽ അദ്ദേഹം തുറന്നു പറഞ്ഞ അനുഭവം പുന്നൂരിലെ ജനങ്ങൾക്കറിയാം. അപ്പോൾ LDF മുന്നണിയിലെ പിന്നെ മെമ്പർമാരടക്കം അവഗണന നേരിട്ട ഒരു കാലഘട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ ഞങ്ങൾ മാത്രമല്ല LDFിലെ പ്രത്യേകിച്ച് CPMനകത്തെ നല്ലൊരു വിഭാഗം ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് 22 വാർഡിലും UDF ഇത്തവണ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇതില് 10 10% മാത്രം വോട്ട് ലഭിക്കുന്ന ഒരു കക്ഷിയുമായി CPIM ധാരണ ഉണ്ടാക്കും. പ്രത്യേകിച്ച് RSSുമായി CPM ധാരണ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്നുള്ള കാര്യം ഏതൊരു കുട്ടിക്കും അറിയാം. കാരണം ഞങ്ങൾ RSSന്റെ പ്രധാന ശത്രുവാണ്. ഈ പറഞ്ഞ ബ്ലോക്ക് ഡിവിഷനിൽ 10% വോട്ടാണ് BJPക്ക് കിട്ടുക. അവിടെ ഞങ്ങൾ അവരെ പിന്തുണച്ചിട്ട് എന്ത് കാര്യം? ഞങ്ങളുടെ നോമിനേഷൻ തള്ളിയതിൻ്റെ കാര്യമൊക്കെ വളരെ വ്യക്തമാണ്. ഞങ്ങൾക്ക് അതിൽ ചില ജാഗ്രത കുറവുണ്ടായി, അത് വസ്തുതയാണ്. ഞങ്ങൾക്ക് വരാൻ പാടില്ലാത്തതാണ്. ഇത് പറയാതെ പോകാൻ പറ്റില്ല. UDF ആക്ഷേപിക്കുന്നത് ഞങ്ങൾ BJP ആയിട്ട് ധാരണുണ്ടെന്നാണ്. ഞാൻ പറയുന്നത് അല്ല, ആ കോലീബി ഉണ്ടല്ലോ. പുന്നയൂരിൽ എന്താ സ്ഥിതി? പുന്നയൂരിൽ 10-ാം വാർഡിൽ മത്സരിക്കുന്ന UDFന്റെ സ്ഥാനാർത്ഥി ആരാണ്? അസിസ് ഒന്ന് പറയോ? ഞങ്ങളവിടെ UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി മാത്രമല്ല 6-ാം വാർഡിൽ ഞങ്ങൾ UDF സ്വതന്ത്ര സ്പെസിഫിക് ആയിട്ട് പറയൂ. 10-ാം വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ജമായത്തെ ഇസ്ലാമിയുടെ ജില്ലാ വനിതാ ലീഗിന്റെ നേതാവാണ്. ജമായത്തെ ഇസ്ലാമിയുടെ ജില്ലാ വനിതാ ലീഗിന്റെ നേതാവാണ് 10-ാം വാർഡിൽ മുസ്ലിം ലീഗിന്റെയും. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് ആണ്. ഒന്ന് 2 പുന്നയൂർ പഞ്ചായത്തിലെ 5-ാം വാർഡിൽ BJPക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. അവിടെ BJP അവിടെ ഒരു തരക്കേടില്ലാത്ത കക്ഷിയാണ്. പുന്നയൂർ പഞ്ചായത്തിൻ്റെ 6-ാം വാർഡ് 20 കൊല്ലം സുഹറ പഞ്ചായത്ത് മെമ്പറായിരുന്ന 6-ാം വാർഡ് BJPയാണ് 2-ാം സ്ഥാനത്ത്. അവിടെ കോൺഗ്രസിന് ലീഗിന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ഈ 5ഉം 6ഉം തമ്മിലുള്ള ഒരു ധാരണ വളരെ വളരെ പ്രകടമാണ്. എന്നാൽ ഈ ധാരണകളെല്ലാം, അതായത് ഹിന്ദുവാദം ഉന്നയിക്കുന്ന ഹിന്ദു രാഷ്ട്രം വേണമെന്ന് വാദിക്കുന്ന RSSും മുസ്ലിം രാഷ്ട്രം വേണം എന്ന് വാദിക്കുന്ന ജമായത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ ചേർന്ന് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തണമെന്ന് തീരുമാനിക്കേണ്ട ലക്ഷ്യം എന്താണ്? ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ അംഗീകാരം നേടിയിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ്. ആ അംഗീകാരം തന്നെയാണ്
ഞങ്ങൾ തുടർന്നും ഭരണമുണ്ടാകും എന്ന ആത്മവിശ്വാസം ഞങ്ങൾക്ക് പകരും. അഹങ്കാരം കൂടി അത് ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. CPM-നകത്ത് CPM-ന്റെ രാഷ്ട്രീയ സംഘടനാ സംവിധാനങ്ങളുണ്ട്. അത് ഞങ്ങൾക്കൊക്കെ അഹങ്കാരം കൂടി ഉണ്ടെങ്കിൽ നിയന്ത്രിക്കാൻ ഞങ്ങളുടെ പാർട്ടിക്ക് ശേഷിയുണ്ട്, നിയന്ത്രിക്കും. അതിൽ അസീസിനോട് മറുപടി പറയേണ്ട കാര്യമില്ല, ഞങ്ങൾ തീരുമാനിച്ചോളാം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു വോട്ടിനും വാല്യൂ ഉണ്ട്. നമുക്ക് നിയമസഭയിലും ലോക്സഭയിലൊക്കെ പിന്നെ അങ്ങോട്ട് ചാരി ഇങ്ങോട്ട് ചാരി എന്നൊക്കെ ആരോപണം ഉന്നയിക്കാം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ടിന് വാല്യൂ ഉണ്ട്. ഒരു വോട്ടിന് ജയിച്ച എത്രയോ സീറ്റുകൾ സംസ്ഥാനത്തുണ്ട്. അപ്പോൾ പഞ്ചായത്തിൽ BJP-യുടെ വോട്ട് ഷെയർ ചെറുതാണെങ്കിൽ തന്നെ ഒരു വോട്ട് കിട്ടിയാൽ പോലും അത് ജയത്തിനെ അല്ലെങ്കിൽ പരാജയത്തെ ബാധിക്കുമെന്ന് നമുക്കറിയാം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അങ്ങനെ അറിയാം. പിന്നെ മാത്രമല്ല, ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അത് ശുദ്ധ അസംബന്ധമാണ്. ഞങ്ങൾ വസ്തുത വെച്ചിട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, മുസ്ലിം സമുദായത്തിനകത്ത് പ്രധാനമായിട്ടും സുന്നികൾ 2 വിഭാഗം, അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി, അതുപോലെ തന്നെ മുജാഹിദ് വിഭാഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മതപരമായിട്ടുള്ള കാഴ്ചപ്പാടും ആശയങ്ങളാണ്. അത് എന്ന് വെച്ചിട്ട് എത്രയോ ജമാഅത്ത് ഇസ്ലാമി ആശയമുള്ള ആളുകൾ എന്താ പറയുക, പ്രകടമായിട്ട് മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകരും നേതാക്കളുമാണ്. വെൽഫെയർ പാർട്ടി അല്ലെ ജമാഅത്ത് ഇസ്ലാമി ആശയം ഉണ്ടാവും, മതപരമായിട്ട് ആശയം ഉണ്ടാവും, മുജാഹിദ് ആശയം ഉണ്ടാവും, സുന്നി ആശയം ഉണ്ടാവും. എത്രയോ പേര് ആളുകൾ CPM-നകത്തുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിലും കോൺഗ്രസിലൊക്കെ അവർ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. മതപരമായ കാര്യത്തിൽ ആ ആശയം പിന്തുടരുകയും രാഷ്ട്രീയമായ കാര്യത്തിൽ രാഷ്ട്രീയമായ നിലപാടെടുക്കുകയും ചെയ്യും. വെൽഫെയർ പാർട്ടി 10-ാം വാർഡിൽ അത്തരത്തിൽ ജമാഅത്ത് ഇസ്ലാമി അവരുടെ വിശ്വാസപരമായ കാര്യം അവരുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ആ സ്ത്രീ വെൽഫെയർ പാർട്ടിയുടെ ഏതെങ്കിലും ഉന്നത നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ആളോ അല്ലെങ്കിലും മറ്റൊന്നുമല്ല. അവിടെ വെൽഫെയർ പാർട്ടിയുടെ ഒരു ലേബലോ ഒരു കാര്യമില്ല. UDF സ്വതന്ത്രമായിട്ട് കുടുംബ സ്വാധീനം ഉപയോഗിച്ചിട്ട് ഒരാളെ അവിടെ കണ്ടു. പിന്നെ മാത്രമല്ല പിന്നെ വെള്ളാപ്പള്ളി നടേശൻ വർഗീയ പരാമർശം നടത്തിയ വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറ്റിയിരുത്തി നടക്കുന്ന മുന്നണിക്ക് എങ്ങനെയാണ് UDF-നെതിരെ ഇത്ര ഒരു വാദം ഉന്നയിക്കാൻ സാധിക്കുക? ഇതൊക്കെ ജനങ്ങൾ കാണുന്നതല്ലേ? വളരെ സജീവമായ ഒരു ചർച്ചയാണ് ഇന്ന് നടന്നത്. ജനുവരി 2025 സമാപന ദിനത്തിലെ ആദ്യ ചർച്ച ഇവിടെ പൂർണ്ണമാവുകയാണ്. തീർച്ചയായും ഗ്രാമസ്വരാജ് എന്ന മഹാത്മാഗാന്ധിയുടെ ആശയം പൂർണ്ണമാക്കിക്കൊണ്ടാണ് ത്രിതല പഞ്ചായത്തുകളെല്ലാം പ്രവർത്തിക്കുന്നത്. നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒരു രാഷ്ട്രീയ പരീക്ഷ വരുന്ന സമയത്ത് നമ്മുടെ പ്രാദേശിക പാർലമെൻറ്റുകൾ കൂടുതൽ വികസനത്തിൻ്റെ കരുത്തോടെ മുന്നോട്ട് പോകുവാൻ ഈ ജനഹിത പരിശോധന സഹായകരമാകട്ടെ. ഇതിലെ ചർച്ചയിൽ പങ്കെടുത്ത പുന്നിയൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് TV സുരേന്ദ്രനും ഒപ്പം തന്നെ പ്രതിപക്ഷത്തെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുത്ത അസീസ് മന്ദലാകുന്ന എന്നിവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. ഈ ചർച്ചയുടെ അവസാനം നമ്മൾ എല്ലാവരും ഹസ്തദാനം കൊടുത്തുകൊണ്ട് ഈ ചർച്ച ഇവിടെ പൂർണ്ണമാകും. നന്ദി, നമസ്കാരം.